വെറുതെ ഒരു സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ഒരു ഒരു സബ്ജക്റ്റ് തീരുമാനിച്ചതാണ്. നമ്മൾ എടുക്കണമെന്ന് ഉദ്ദേശിച്ചൊരു സാധനം ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനമാണ്. ആരെങ്കിലും എന്നോട് പറയാണ് ഒരു അരമണിക്കൂർ സമയമുണ്ട്, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് ചോയ്സ് തരികയാണെങ്കിൽ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഇമോഷണൽ. എന്തുകൊണ്ടായിരിക്കും എടുക്കുന്നത്? മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഇമോഷൻസിൻ്റെ മാത്രമല്ല അത്യാവശ്യമുള്ളൊരു സാധനമാണ് അല്ലേ. ഈ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം എന്താ? സബ്ജക്റ്റ് പറഞ്ഞു. എന്താണ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ? ലിറ്ററസി വൈകാരികത എന്ന് പറഞ്ഞ സാധനം എന്താ? അല്ല, ഈ ലിറ്ററസി എന്ന് പറഞ്ഞാൽ സാക്ഷരതയാണ്. ഇമോഷനാണ് വൈകാരികത. ഇമോഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ വൈകാരിക സാക്ഷരത എന്നാണ് അർത്ഥം. സാക്ഷരത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാക്ഷരത എന്നൊക്കെ കേട്ട എവിടെയാ? നാട്ടില് എന്ത് കേട്ടിട്ടുണ്ട്? കേരളം 100% അതിന്റെ സന്ദേശ സിനിമയിൽ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നത് ഇന്നസെന്റ് നാരികൾക്ക പാനിന്ന് വെച്ചിട്ടേ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരതയാണ് അത് കേരളം. സാക്ഷരത എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയാൻ കാരണം? എഴുതാനും വായിക്കാനും അറിയാം. അതിനെന്ത് സാക്ഷരത എന്നാ പറയാ? അക്ഷര സാക്ഷരത എന്നാണ് പറയാ. അക്ഷരം എഴുതാനും വായിക്കാനും അറിയുന്നതിനെ അക്ഷര സാക്ഷരത എന്ന് പറയാം. പിന്നെ നമ്മൾ കേട്ട സാക്ഷരത എന്തായിരുന്നു? പിന്നെ 2000 കാലഘട്ടത്തിലേക്കൊക്കെ മാറുമ്പോൾ അടുത്തൊരു സാക്ഷരത വന്നു. എന്തായിരുന്നു? കമ്പ്യൂട്ടർ സാക്ഷരതയായിരുന്നു. കാരണം നമ്മളൊക്കെ കമ്പ്യൂട്ടറിൽ നിരക്ഷര കുക്ഷികളായിരുന്ന സമയത്ത് നമ്മളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചാണ് എന്ത് അല്ലേ? കുടുംബശ്രീയിലെ ആൾക്കാരൊക്കെ സാക്ഷരത പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ? കമ്പ്യൂട്ടർ മൗസൊക്കെ കാണിച്ച് കീപാഡൊക്കെ കാണിച്ച് നോക്കാൻ നോക്കി ആര് പരാജയപ്പെട്ട്? സർക്കാർ 8 നൽകി പരാജയപ്പെട്ട്. കാരണം ആരെയും പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇതെല്ലാം ആരെ ഏറ്റെടുത്ത്? അതെല്ലാം കൂടി കൊറോണ ഏറ്റെടുത്ത്. കൊറോണ ഇങ്ങോട്ട് വന്ന ശേഷം എന്തുണ്ടായി? എല്ലാവരും പഠിച്ചില്ലേ? അതുവരെ കമ്പ്യൂട്ടറൊന്നും ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുകളൊക്കെ കമ്പ്യൂട്ടർ സാക്ഷരത ഉള്ള ആൾക്കാരെ. അതുവരെ നമുക്ക് സൂമൊന്നും ഉപയോഗിക്കാൻ നമ്മളെ തലമുറയാണ്. നമ്മളൊരു പ്രത്യേകത, നമ്മൾ ഈ ഫോണില്ലാത്ത കാലത്ത് എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഒരു പരിധി വരെ ആൾക്കാർ നമ്മൾ ഫോണില്ലാത്ത കാലത്ത് ജനിച്ച ആൾക്കാരാണ്. നമ്മൾ ജനിക്കുമ്പോൾ എന്തില്ല? സെൽഫോൺ ഇല്ല. ലാൻഡ് ഫോണ് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ പഞ്ചായത്തിലൊക്കെ 1-2 വീട്ടിലൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ എന്തുണ്ട്? സെൽഫോണിൻ്റെ കാലം വന്നു, കമ്പ്യൂട്ടർ വന്നു, ലാപ്ടോപ്പ് വന്നു, ടെക്നോളജി വന്നു, ഇൻഫർമേഷൻ ടെക്നോളജി വന്നു. നമ്മൾ ഇപ്പം എന്തിൻ്റെ യുഗം വന്നു? അതൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ AI-ൻ്റെ കാലം അല്ലേ? 3 യുഗത്തിൽ ജീവിച്ച ആൾക്കാരാണ് ആര്? നമ്മൾ ഈ 3 യുഗത്തിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയോ? ഇപ്പം ജനിക്കുന്ന പിള്ളേർ AI-ൻ്റെ യുഗത്തിലേക്ക് ജനിച്ച ആൾക്കാരാണ്. മറ്റേ 2 യുഗങ്ങൾ അവർക്ക് ഓർമ്മയില്ല. ഇടക്കാലത്തുള്ള കുട്ടികളോ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ ജീവിച്ചാണ്. അവർക്ക് അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് കാലഘട്ടത്തിലാണോ ജനിക്കുന്നത് ആ സമയത്ത് പ്രകൃതിയിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ഉണ്ടോ ആ അപ്ഡേഷനോട് കൂടിയാണ് ജനറേഷൻ ഉണ്ടാവുന്നത്. നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇന്ന് ജനിച്ച് വീഴുന്നൊരു കുട്ടിക്ക് AI-നെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒരു 10 കൊല്ലം മുന്നേ ജനിച്ചൊരു കുട്ടീനോട് ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ജനിച്ച് വീണ് ഉടനെ കുട്ടിക്ക് അതിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്താൽ എന്താ അറിയാ? അതെന്തു പറയാ? എല്ലാ അല്ലേ പ്ലേ സ്റ്റോറിൽ കയറി അവന് ഇഷ്ടമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പിള്ളേരെ പഠിപ്പിക്കേണ്ടതില്ല. പലപ്പോഴും നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ അവരപ്പം പറഞ്ഞുതരും. കാരണം അവരത് പഠിച്ചല്ല, അവർ ഇൻസിസ്റ്റ് ആയിട്ട് ജന്മന അവരുടെ ഉള്ളിലുണ്ട്. അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഇപ്പോൾ സാക്ഷരത എന്ന് പറഞ്ഞാൽ ആ വസ്തു എന്തോ ഒരു സാധനം, ഒരറിവ്, ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോകം നമ്മുടെ ഉള്ളിൽ തുറന്ന് കിട്ടും. അക്ഷരം പഠിച്ചാൽ എന്തും വായിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ പഠിക്കാൻ പറഞ്ഞപ്പം ഗൂഗിളൊക്കെ നമ്മുടെ മുമ്പിൽ ഓപ്പണായി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് വൈകാരിക സാക്ഷരത. വികാരങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണോ, ശരിയായ രീതിയിലാണോ നമ്മൾ പ്രയോഗിക്കുന്നത്, നമ്മൾ പ്രയോഗിക്കാൻ പറയുമോ, അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അറിവാണ് വൈകാരിക സാക്ഷരത. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ
ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനെപ്പോഴും പറയാറുണ്ട് എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന. പിന്നെ ആരെങ്കിലുമൊക്കെ കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ആരൊക്കെ അറിയോ? ഒന്ന് ഇപ്പോൾ ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും കാരണം? ഡിവേഴ്സിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡിവേഴ്സിൻ്റെ പ്രധാന കണ്ടാരെ ചോദിച്ചിട്ട് ഡിവേഴ്സിൻ്റെ പ്രധാന കാരണം എന്താണ്? ആരോ പറഞ്ഞത് കല്യാണം തന്നെ. കല്യാണം കഴിക്കുന്നതുകൊണ്ടാണല്ലോ ഡിവേഴ്സ് ഉണ്ടാകുന്നത്. കല്യാണം കഴിച്ചാൽ ഡിവേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത 100%. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 5 വിവാഹം ഇപ്പോൾ ഡിവേഴ്സ് ആവുന്നുണ്ട്. 100 കല്യാണം കഴിഞ്ഞ 20 എണ്ണം ഡിവേഴ്സാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള 80% ആൾക്കാർക്ക് സമാധാനം ഉണ്ടെന്നല്ല. ഓർക്ക് കുട്ടികളുണ്ടായി പോയതിൻ്റെ പേരിൽ, നാണക്കേടിൻ്റെ പേരിൽ, എന്തിൻ്റെയൊക്കെയോ പേരിൽ കടിച്ചു ജീവിക്കുന്നുണ്ടോ ഈ 20% അന്തസ്സും അഭിമാനം ഉള്ളതുകൊണ്ട് അവര് കാര്യം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് പറ്റാത്തതുകൊണ്ട് പോണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം 20% കഷ്ടപ്പെടുന്നുണ്ട്, ബാക്കി 80% ഹാപ്പിയാണ് എന്നല്ല. അങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പം അത് പഠിക്കേണ്ടതുണ്ട്. ഇമോഷണൽ ലിറ്ററസി ആണ് അതിൻ്റെ പ്രധാന കാരണം എന്നാണ് ഞാൻ പറയുക. ഇമോഷണൽ ഇല്ലിറ്ററേറ്റ് ആണ് നമ്മളൊക്കെ. അപ്പം ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഡിവേഴ്സിൻ്റെ കേസ് ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഭർത്താവ് ഭാര്യയും കൂടെ ഇപ്പോൾ ഇനി ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഭാര്യ അപ്പം ഭർത്താവ് പറഞ്ഞ ഇനി ഇവളെ കൂടെ ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ എന്താണ് നിങ്ങളങ്ങനെ പറയാൻ കാരണം? അപ്പോഴാണ് ഒരു മെയിൻ പ്രശ്നം പറഞ്ഞത്. ഭർത്താവ് പറഞ്ഞ് രാവിലെ വീട്ടിൽ പല്ല് വയ്ക്കുന്ന പേസ്റ്റ് ഇല്ലേ, ഈ പേസ്റ്റ് ഇങ്ങനെ അടിയിൽ നിന്നാണ് ഞെക്കി കൊണ്ടുവരേണ്ടത് എന്ന് ഭർത്താവ് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, പേസ്റ്റ് എന്ത് ചെയ്താൽ മതി, കഴുത്തി പിടിച്ച് ഞെക്കാൻ പറ്റും. അങ്ങനെ ഇവർ തമ്മിൽ അതിൻ്റെ പേര് ഭയങ്കര അടിയായി. അങ്ങനെ ഭർത്താവ് പറഞ്ഞു സാറേ നമ്മളെ പേസ്റ്റിൻ്റെ കമ്പനി പേസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലല്ലേ, അപ്പോൾ അത് അടിയിൽ നിന്ന് ഇങ്ങനെ ഞെക്കി കൊണ്ടുവരുമ്പോൾ ഒരു സുഖമുണ്ട്. ഇത് കഴുത്തി പിടിച്ച് ഞെക്കിയാൽ പേസ്റ്റ് എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. അയാൾ പറഞ്ഞത് ഭയങ്കര പ്രശ്നം, അങ്ങനെയല്ല അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു സാറേ നമ്മൾ തിരക്കുള്ള ദിവസം കഴുത്തി പിടിച്ച് നിൽക്കുക, എന്നിട്ട് ഞായറാഴ്ച ഒഴിവുള്ള ദിവസം ഈ അടിയുടെ ഒരേ ട്യൂബ് നിന്നാണല്ലോ ഈ സാധനം പുറത്ത് വരുന്നത്, അങ്ങനെ ചെയ്താൽ മതിയൊന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര അടിയായി. അവസാനം കേസ് ഡിവേഴ്സായി. അത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ രാവിലെ പുട്ടാണോ കഴിച്ചത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ന്യൂജൻ്റെ ഒരു ചോദ്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഭയങ്കര നല്ലതാണല്ലോ എന്നാണ്. ഞാനിപ്പോൾ ദിവസവും ഈ മോനോട്, കുഞ്ഞുണ്ണി മോനാണ്, അപ്പോൾ മോനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയും. വൈകുന്നേരം ആകുമ്പോൾ ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഇന്നിപ്പോൾ ഞാൻ പറയും ഇന്നിപ്പോൾ ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, ഒരു 2000 ആൾക്കാർ ഇങ്ങോട്ട് വന്നു എന്നറിയും. അപ്പോൾ അത് ചോദിക്കും അച്ഛൻ രാവിലെ പുട്ടാണോ കഴിച്ചത്. അത് രാവിലെ ഞാൻ ലേശം കൂട്ടി പറയുന്ന ഒരു ടൈം ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ യാഗത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞു മോനെ ഒരു 2500-3000 ആൾക്കാർ നിരന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പനോട് ചോദിച്ചു എന്ത് പുട്ടാണോ കഴിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു 300 ആളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുക. സത്യം പറഞ്ഞാൽ ആ കേസ് ഡിവേഴ്സായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ പേസ്റ്റ് അല്ല വിഷയം, പേസ്റ്റ് ഒരു കാരണം മാത്രമാണ് അല്ലേ. എന്താണ് ശരിക്കും പ്രശ്നം ഉണ്ടായത്? എന്തായിരിക്കും പ്രശ്നം? പേസ്റ്റ് ഒരു സംഭവമാണ്. ഭർത്താവിൻ്റെ അഭിപ്രായം എന്താ? എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അയാൾ പെർഫെക്റ്റ് ആയി ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്താവും, ഹാപ്പിയോ. ഈ ഭാര്യയോ പെർഫെക്റ്റ് ആവണമെന്നില്ല, കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അത് രണ്ട് രീതിയാണ്. ഈ 2 രീതി തമ്മിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇയാൾ വളരെ അസ്വസ്ഥനാവും. മറ്റവർക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല, കാരണം അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യനും ഓരോ ജീവിത രീതിയുണ്ട്, ഓരോ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, ഓരോ ട്രൈറ്റ്സ് ഉണ്ട്. അപ്പം അതിനൊരു സയൻസ് ഉണ്ട്, എനിയോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതനുസരിച്ച് കാണാൻ മനുഷ്യന്മാരൊക്കെ ഒരേപോലെ ഉണ്ടെങ്കിലും മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ 9 സ്പീഷീസ് ഉണ്ട് എന്നാണ്. നമ്മളെ ഇടയിൽ നമ്മളൊക്കെ കണ്ടാൽ ഒരേപോലെ ഇല്ലേ, മനുഷ്യന്മാരില്ലേ, നമ്മളെ ഇടയിൽ 9 സ്പീഷീസ് ഉണ്ട്. ഈ 9 സ്പീഷീസിന് 9 ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, 9 ഭാഷ ഉണ്ട്, 9 ശരിയുണ്ട്, 9 തെറ്റുണ്ട്, ഒക്കെ വേറെയാണ്. ഏതോ ഒരു ഭാഷ മാത്രമേ എനിക്കറിയൂ. അല്ലാത്തവരോട് എനിക്ക് സംസാരിച്ചാൽ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, അവരെനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഈ 9 ഭാഷകൾ മനുഷ്യന്മാരുടെ. ചില ആൾക്കാരെ ഭാഷ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവരോട് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് ഈ കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ ഞാൻ ഭാര്യനെയും കൂട്ടിയിട്ട് പർച്ചേസിന് പോകും. കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ നമ്മൾ ക്യാമനാണെന്ന് കാണിക്കാണ്ട് ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവില്ലോ, ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ ഇവിടെയും കൂട്ടി പോയിട്ട് ഞാൻ ഇവളോട് റെഡി ഒരു സാരി വാങ്ങിയാലോ. അപ്പം എന്നോട് അത് സാരി വേണ്ട, കാരണം ഇഷ്ടംമാതിരി സാരി വീട്ടിലുണ്ട്, എന്നാൽ പിന്നെ ഒരു ചുരിദാർ ആയിക്കോട്ടെ. നമ്മുടെ പോലെ ചുരിദാർ വേണ്ട, കാരണം എന്താ വെച്ചാൽ ഇന്നലെ പെങ്ങളെ വീട്ടിൽ കൂടി പോയപ്പോൾ ചുരിദാറാണ് കിട്ടിയത്. എന്തിനാണ് ഈ സാധനം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്, എന്തിനാ പൈസ ചിലവാക്കുന്നതൊക്കെ ഭയങ്കര ദേഷ്യനോട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എനിക്ക് കിട്ടിയ ഭാര്യ ഇങ്ങനത്തെ ഭാര്യയാണ്. എന്നെക്കൊണ്ട് പൈസ ചിലവാക്കിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യയാണല്ലോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷം കൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കിയെല്ലാവർക്കും ഡ്രസ്സ് എടുത്താൽ വീട്ടിലെത്തി. എന്തോ ഒരു കാര്യത്തിന് അടി ഉണ്ടായപ്പോൾ ഇവിടെ ഒറ്റ ചോദ്യമാണ്, എന്ത് ഇന്നലെ പർച്ചേസിന് പോയപ്പോൾ ഒരു ടവലിൻ്റെ കഷ്ണം എനിക്ക് വാങ്ങി തന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ അല്ലടി, ഞാൻ നിന്നോട് 100 പ്രാവശ്യം ചോദിച്ചില്ലേ വേണമെന്ന്. അപ്പോൾ പറയാം, നിങ്ങളെ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ വാങ്ങിത്തരണ്ടേ, നിങ്ങളെൻ്റെ ഭർത്താവ് എന്താ, നിങ്ങൾ വാങ്ങിത്തന്നെ ഞാനെന്താ ഉടുക്കില്ലേ എന്നാണ് ചോദിച്ചത്. അന്നാണ് എനിക്ക് എന്ത് മനസ്സിലായത്, അവൾ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണമെന്നാണ് എന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അപ്പൊ അന്ന് അത് മനസ്സിലായ എനിക്ക് വലിയ തിരിച്ചറിവാണ്. അന്ന് പോലെ എനിക്കറിയാം ഇവിടെ എന്തെങ്കിലും വേണ്ട പറഞ്ഞാൽ അപ്പൊ 2 വാങ്ങി കൊടുക്കണം. അതൊരു ഭാഷയാണ് അല്ലേ. സാധാരണ നമ്മുടെ ഭാഷ എന്താ, വേണ്ടെന്ന് പറഞ്ഞാല് വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വേണമെന്നല്ലേ. എന്നാൽ ഇവരെടുത്ത ആ ഭാഷയല്ല, ഇവർ പറയുന്ന നേരെ ഓപ്പോസിറ്റ് മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. എന്തെങ്കിലും വേണ്ട പറഞ്ഞാൽ ഉടനെ അതിൻ്റെ അർത്ഥം വേണം ആണെന്ന് പറയും. അതൊരു ഭാഷയല്ലേ, അതിനെയാണ് ഞാൻ ഭാഷ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് മാത്രമേ പറയൂ, വേണം എന്ന് പറയില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അത് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അതുപോലെ അവരോട് പേരും. നമസ്കാരം, നമസ്കാരല്ലേ. അപ്പം അതൊരു ഭാഷയാണ്. അതുപോലെ 9 തരം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ രീതിയൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പെർഫെക്ഷനിസ്റ്റാണ്. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ഇത്തരം ഭാര്യനെയും ഭർത്താക്കന്മാരെയാണ് നമ്മൾ കൂടുതൽ കാണുക. അതുപോലത്തെ ഒരു 10-15 കേസ് സ്റ്റഡി നമുക്കുണ്ട്. ഈ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലിനിക്കിൽ വന്ന ഈ ഡിവേഴ്സ് കേസില്ലേ, നമ്മളെ ഭാര്യയും ഭർത്താവ് വന്ന കേസുകൾ വന്ന എല്ലാ കേസും വിജയിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പോസ് ചെയ്യും, അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ കൈയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യുന്നത് മഹത്തരമായ ഞാൻ ക്ലാസ്സിൽ ആദ്യം എൻ്റെ തെറ്റുണ്ട്. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും കൈയടിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലായി. എന്ത് മനസ്സിലാക്കണം, ഇതാണ് ആ മുദ്ര. മുദ്രന് വരുന്ന ഏകമുദ്ര. ഇത് വരുന്ന കൈയടിക്കണ്ട. ഇനി ഞാൻ എന്തെങ്കിലും തമാശയാണ് പറഞ്ഞു വിചാരിക്കാം, അപ്പോൾ നിങ്ങൾ ചിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വിവരമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല തമാശയാണ്. അപ്പോൾ ഞാൻ ഈ മുദ്ര, എന്താണ് ഈ മുദ്ര, അതെ, അങ്ങനെ ഓരോ മുദ്ര കാണിക്കും. അപ്പോൾ അറ്റൻഡ് ചെയ്ത മുഴുവൻ കേസും വിജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൈയടിക്കണ്ടേ, പറയാൻ പഠിക്കണം. അതിൻ്റെ അർത്ഥം എല്ലാ കേസും ഒരുമിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്നല്ല, കുറേ കേസൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. കാരണം എന്താ, ആ കേസിൻ്റെ വിജയം അതായിരുന്നു അല്ലേ. എല്ലാ കേസിനും ഒരുമിച്ച് വരുന്ന എല്ലാവരും ഒരുമിപ്പിച്ച് വിടണം എന്നുള്ളത് ആണ് വിജയം എന്ന് തെറ്റിദ്ധരിക്കുന്നത് അല്ലേ. കുറേയൊക്കെ എന്ത് ചെയ്യേണ്ടി നമ്മൾ അന്തസ്സായിട്ട് തിരിച്ചു വിടേണ്ടി വരും, എന്നാൽ രണ്ടാളും സുഖമായിട്ട് ജീവിക്കും. പക്ഷെ വളരെ കുറച്ചങ്ങനെ വേണ്ടി വന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് വിടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിപ്പിച്ച് വിടാൻ പറ്റിയെന്ന് വെച്ചാൽ, അവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ച ടൂള് എന്തായിരുന്നു, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റാണ് ഇമോഷണൽ ലിറ്ററസി. കാരണം അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇമോഷണൽ ലിറ്ററസി ആയിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തരം ആ പ്രശ്നം സോൾവ് ആയി അല്ലേ. ഇതേപോലെ തന്നെ വരുന്നൊരു കേസാണ്, വരുന്നൊരു തലമുറയായിട്ടുള്ള നമ്മളെ ചില കോൺഫ്ലിക്ട്സ് എന്ന് പറയും. ഇപ്പോൾ രണ്ടാമത് എൻ്റെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വന്ന കേസ് 13 വയസ്സായ മോനെയും കൊണ്ടുവരുന്ന അമ്മയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പോൾ മക്കൾക്ക് 13 വയസ്സായാൽ അമ്മ ക്ലിനിക്കിൽ വരും, അപ്പോയിൻമെൻ്റ് എടുക്കും. എന്താണ് കേസ്, അമ്മ വന്ന് പറയും, എന്താ പറയണം, പറയുന്നൊന്നും കേൾക്കുന്നില്ല. 7ാം ക്ലാസ് വരെ
ഇത്രയും നല്ലൊരു മോൻ നിങ്ങളെ പഞ്ചായത്തിലുമില്ല, അടുത്ത പഞ്ചായത്തിലുമില്ല. ഇത്ര നല്ലത് എന്ത് പറഞ്ഞാലും അനുസരിക്കും. മിടുക്കനായിരുന്നു, എല്ലാത്തിലും A+ ഉണ്ടായിരുന്നു. ഇപ്പം 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി. എന്താണ് പ്രശ്നം? പെട്ടെന്നാണ് ദേഷ്യം വരിക, പറഞ്ഞ ഒരക്ഷരം അനുസരിക്കില്ല. പിന്നെ കഴിഞ്ഞ സഭൻ്റെ മുഖത്തേക്കൊക്കെ പറയാണ്, എന്ത് എൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വല്ലാതെ ഇടപെടണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. ആര് പറഞ്ഞു? അവൻ അടിയന്തരമായി ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ അമ്മേൻ്റെ ധാരണ ഞാൻ ദിവസവും രാവിലെ 36 കൗൺസിലിംഗ് തയ്യാറാക്കി ഈശ്വരത്തിൽ നടക്കുക അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഈ 13 വയസ്സായ മകൻ അമ്മേൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ശരിക്കും? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലാണ് ആ മോന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. 13 വയസ്സായ കുട്ടികൾ അമ്മേൻ്റെ മുഖത്തേക്ക് എന്ത് പറയണം? എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ഇടപെടണ്ട എന്ന് പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ, ആ 10-13 വയസ്സാകുമ്പം അവരുടെ ഉള്ളിൽ എന്തുണ്ടായി? ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായി അല്ലേ? അതുവരെ കുട്ടികളെ ജീവിക്കുന്ന എന്തിനാ? അധികം നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാ കാര്യവും ചെയ്യുന്നത്. കാരണം നമ്മളെ സന്തോഷിപ്പിച്ചല്ല എന്തോന്ന് അവർക്ക് കിട്ടും. 13 വയസ്സാകുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവരൊന്ന് ഈ ജീവികളൊന്ന് സന്തോഷിപ്പിച്ചിട്ട് ജീവിതത്തിൽ വെറുതെ ജീവിതം നശിപ്പിക്കേണ്ട, നമ്മളെ വഴിക്ക് ജീവിക്കാന്നല്ലേ എന്ന് തോന്നി. അത് ഒരിക്കലും ആർക്ക് സഹിക്കാൻ പറ്റില്ല? പാരൻസിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, സാധാരണ നിങ്ങളെ മക്കൾ ആൺപിള്ളേർ നിങ്ങളെ മുഖത്തോക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓട്ടനെ തന്നെ പാൽപ്പായസം ഉണ്ടാക്കി എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കണം. നമ്മളതാ ചെയ്യേണ്ടത്. അതെന്താ അങ്ങനെ ചെയ്യാൻ പറയണേ? നമ്മളെ പെൺകുട്ടികൾ വലിയ കുട്ടിയായ നമ്മളെന്താ ചെയ്യുക? കൗൺസിലിങ്ങിന് കൊണ്ടുപോകാണോ ചെയ്യുക, അല്ല ആഘോഷിക്കുകയാണോ ചെയ്യുക? പെൺകുട്ടികൾ വലിയ കുട്ടിയായാൽ അറിയാനുള്ള സംവിധാനമുണ്ട് അല്ലേ? ആൺകുട്ടികൾ വലിയ കുട്ടിയാ അറിയാനുള്ള സംവിധാനം എന്താ? ഡയലോഗ്സാണ്. മുഖത്ത് നോക്കി അന്തസ്സായിട്ട് വർത്താനം പറയും. ആ സമയത്ത് അവരുടെ ആക്ഷൻ ആണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. അത് അങ്ങനെ കുട്ടികൾ മാറുമ്പോൾ ഇവിടെ കുട്ടിക്കാണോ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, അമ്മയ്ക്കാണോ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്? പാരൻസിനാണ് അല്ലേ? ഒരു കുഞ്ഞ് കഥ പറയാം. ഈ കഥ പറഞ്ഞിട്ട് ക്ലാസ് മുന്നോട്ടില്ല. കഥ എനിക്ക് വലിയ ഇഷ്ടമല്ല. പണ്ട് പഞ്ചതന്ത്രം എന്ന് പറയുന്ന കഥയാണേ. പഞ്ചതന്ത്രത്തിൽ ഒരു കുരുവി ഒരു ദിവസം നോക്കുമ്പോൾ കണ്ട കാഴ്ച, 4 കുരങ്ങന്മാർ എന്തോ പണിയെടുക്കുകയാണ്. അപ്പോൾ കുരുവി നോക്കിയപ്പോൾ ഇവർ മിന്നാമിനിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഊതി തീ ഉണ്ടാക്കാൻ ശ്രമിക്കാം. മിന്നാമിനിങ്ങനെ കൂട്ടിയിട്ട് ഊതിയ തീ ഉണ്ടാവോ? വിവരക്കേടല്ലേ ചെയ്യുന്നത്? ആർക്കിത് മനസ്സിലായി? അങ്ങനെ കണ്ടാൽ നമ്മളെന്താ ചെയ്യുക? കറക്റ്റ് ചെയ്യല്ലേ? സെയിം ഈ കുരുവി കുരങ്ങൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ ഒരു കുരങ്ങനോട്, വേണ്ട കുരങ്ങ, വെറുതെ അല്ല ആൾക്കാർ നിന്നെ കുരങ്ങൻ എന്ന് വിളിക്കുന്നത്, ഇത് മിന്നാമിനും കാണാം, ഇത് ഊതിയാൽ തീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ കുരങ്ങന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുരങ്ങൻ കുരുവിനോട് പറഞ്ഞു, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തോട്ടെ, നീ എന്തിനാണ് അനാവശ്യമായി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത് കേട്ടപ്പം കുരുവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവിടെയൊക്കെ ഇരിക്കട്ടോ. ഇത് കേൾക്കുമ്പോൾ കുരുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാളെ സഹായിക്കാമോ? അയാൾ പറയാം എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ഇടപെടണ്ട, എനിക്കറിയാം എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ കുരുവിക്ക് എന്തായിരിക്കും അവസ്ഥ? ദേഷ്യം വരില്ലേ? ആ കുരുവി അടുത്ത കുരങ്ങനോട് പറഞ്ഞു, കുറച്ചുകൂടി പോയിട്ട് പറയാണ്, ഞാൻ നിങ്ങളെക്കാൾ അല്ല ഒരു ഡയലോഗ് ഉണ്ട്, 2 ഓണം കൂടുതലുണ്ടാണ് അല്ലേ? എനിക്കറിയാതെ അവർക്ക് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇത് കേട്ടപ്പം രണ്ടാമത്തെ കുരങ്ങനെ അത്ര ക്ഷമല്ലാണ്ട് രണ്ടാമത്തെ കുരങ്ങൻ പറഞ്ഞു, നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണം, പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ സൂര്യക്കേടാക്കണമെന്ന് വെച്ചു. ഇത് ആ സഹായിക്കാൻ പോയ കുരുവിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലേ? ആ കുരുവി മൂന്നാമത്തെ കുരങ്ങൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് നിർത്താനല്ലേ പറഞ്ഞ ഈ തോന്നിവാസം, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇത് വൃത്തിയുടെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൂന്നാമത്തെ കുരങ്ങന് അത്രയും ക്ഷമല്ലായിരുന്നു. ആ കുരങ്ങൻ ഈ കുരുവിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി, കുരുവി ചത്തുപോയി.
പഞ്ചതന്ത്രത്തിലൊരു കഥയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ തെറ്റ് ചെയ്ത ആരാണ്? കുരുവിയാണോ കുരങ്ങനാണോ? കുരുവിയാണ്. നമുക്ക് നല്ലൊരു കഥയാണ്, നമ്മൾ നല്ലൊരു തീരുമാനത്തിലാണ് നിങ്ങൾ എത്തിയത്. ഈ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് അല്ല, ഈ കഥ മുഴുവൻ ഒന്ന് മാറ്റി വായിക്കാൻ പോവാണ്. ഈ കുരുവി എന്നുള്ള സ്ഥലത്തുള്ള പേരൊക്കെ മാറ്റിയിട്ട് അമ്മ എന്നും കുരങ്ങൻ എന്നുള്ള സ്ഥലത്തുള്ള പേരൊക്കെ മാറ്റിയിട്ട് +1 പഠിക്കുന്ന മോള് എന്നും ആക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി വായിച്ചു നോക്കുകയാണ് ഇത് കഥ. ഓക്കെ, അപ്പോൾ പറഞ്ഞു നോക്കൂ, കഥ എന്താണ്? അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, പിള്ളേരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോണിൽ തോണ്ടുകയാണ്. അപ്പോൾ ഫോണിൽ തോണ്ടുമ്പോൾ അമ്മ എന്ത് പറഞ്ഞു? പരീക്ഷയല്ലേ വരുന്നത്, പോയിരുന്ന് പഠിക്കടി പറഞ്ഞു. അപ്പോൾ മോളെന്ത് പറഞ്ഞു? നിങ്ങളൊക്കെ ഏതോ ജാമ്പവാന്റെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഇപ്പൊ ക്ലാസ് കംപ്ലീറ്റ് വാട്സപ്പിലല്ലേ, ഞാൻ പഠിക്കുകയാണ് പറഞ്ഞു. ഈ നിരക്ഷര കുഷിയായ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കാരണം അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ നല്ല വിവരമുണ്ട്, നിങ്ങൾക്ക് വിവരമില്ലാന്നല്ലേ നല്ല ധ്വനി, നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെക്കാൾ 2 ഓണം അതുകൊണ്ടതാണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ട, എനിക്ക് അറിയാതൊക്കെ പണ്ട് 2 ചാട്ടം. ഇത് കേട്ടപ്പോഴോ മോളെന്ത് പറഞ്ഞു? നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, എൻ്റെ കാര്യത്തിൽ അല്ലാതെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, എനിക്കറിയാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, എനിക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യണം എന്നുള്ളത്. അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ എന്ത് ചെയ്ത്? പോയി ഫോൺ പിടിച്ച് വാങ്ങി, അച്ഛനും കൂടെ വരട്ടെ ഞാൻ ശരിയായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു. ആ മോള് ഞങ്ങളിങ്ങനെ ഒന്ന് പഠിപ്പിക്കുകയാണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങി. സത്യത്തിൽ കുരുവിയാണോ കുരങ്ങനാണോ തെറ്റിയത്? ആണല്ലേ? നേരത്തെ ഉത്തരം തരുന്നു നമ്മളെ. എവിടെയോ ഉള്ള ഒരു കുരുവിയും കുരങ്ങനാന്ന് പറഞ്ഞപ്പോ നമ്മള് കുരുവിയാണ് തെറ്റിയത് അല്ലേ? ആ കുരുവി ഞാനാണ് എന്നറിയുമ്പോ അപ്പൊ നമ്മളെ ഉത്തരം എന്തായി? കുരങ്ങല്ലേ. സത്യത്തിൽ ആരാ തെറ്റിയത്? കുരുവിയാണോ കുരങ്ങനാണോ? കുരുവിയും കുരങ്ങനും അല്ല സത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. കുരുവി കുരങ്ങനോട് ഇടപെട്ട രീതിയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ കുരുവിക്ക് എന്ത് ചെയ്യായിരുന്നു? കുരുവിക്ക് ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? കുരുവിക്ക് വളരെ രസകരമായി ഇതിനെ ഡീൽ ചെയ്യായിരുന്നു. കുരുവി നോക്കുമ്പോൾ കാണുന്നത് കുരങ്ങന്മാര് വിവരക്കേട് ചെയ്യുന്നതാണ്. പക്ഷെ കുരുവിക്ക് മനസ്സിലായി ഇത് വിവരക്കേടാണ്. അപ്പൊ കുരുവി ഇപ്പോൾ ഉള്ള കഥയിൽ കുരുവി എന്ത് ചെയ്യാനാ പോയത്? ഉപദേശിക്കാനാ പോയത് അല്ലേ? ഈ ലോകത്ത് മനുഷ്യന്മാര് എല്ലാരും വെറുക്കുന്ന, ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനം എന്താ? ഉപദേശവും കുറ്റപ്പെടുത്തുന്ന ലോകത്തെല്ലാരും വെറുക്കുന്ന സാധനം. അതുകൊണ്ട് എന്നെ ഉപദേശിക്കുന്ന എല്ലാവരോടും ഞാൻ യുദ്ധം ചെയ്യും. എനിക്ക് ഒരാളോട് തൽക്കാലമൊക്കെ നമ്മൾ കേട്ടിരിക്കെങ്കിലും ഉള്ളിൽ അവരോട് വെറുപ്പായിരിക്കും അല്ലേ? ഓഷോ അതിന് വളരെ മനോഹരമായിട്ടൊരു കഥ പറയുന്നുണ്ട്. ഒരു ഉപദേശി ഉണ്ടായിരുന്നു. ഇയാൾ രാവിലെ എണീറ്റാല് പുലർച്ച എഴുന്നേറ്റ് വെള്ള പാൻറ് വെള്ള ഷർട്ടോട്ട് ആ കഷ്ടത്തിൽ കറുത്ത ചട്ടുള്ള പുസ്തകമായിട്ട് എല്ലാവരും ഉപദേശിക്കാൻ പോകും. അങ്ങനെ ഉപദേശത്തോട് ഉപദേശമാണ്. അങ്ങനെ ദൈവ വചനങ്ങളാണ് ഇയാൾ പറയാം. ദൈവവേല എന്നാണ് പറയാം. അയാൾ ദൈവവേല ചെയ്യുന്ന ആളാണ്. വേറൊരാളുണ്ട് ആ നാട്ടിൽ, ഇയാൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ല. അയാൾ ഈ പറഞ്ഞ അമ്പലത്തിൽ പോകല, നാമജപീലന്മാർ ഒരു പരിപാടിയില്ല. ആകെ അയാൾക്ക് അറിയുന്ന പരിപാടി ബസ്സിൻ്റെ ഡ്രൈവറാണ്, വണ്ടി ഓടിക്കും. മാത്രമല്ല 24 മണിക്കൂറും ഡ്രങ്കണാണ്, വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുക. അങ്ങനെ ഒരു ദിവസം വരെ 2 പേര് മരിച്ചു. ഇവർ 2 പേര് മരിച്ച് അവസാനം ഒരു ജംഗ്ഷനിലെത്തി. ഏത് ജംഗ്ഷനിൽ? മരിച്ചു കഴിഞ്ഞാൽ ഏത് ജംഗ്ഷനിലാണ് എത്തുക? മരിച്ചു കഴിഞ്ഞാൽ എടുത്തു സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോണ ജംഗ്ഷൻ എത്തൂലേ? അങ്ങനെ ജംഗ്ഷനിലെത്തിയപ്പോ അങ്ങനെ അവിടെ ലിസ്റ്റ് ഇട്ടുണ്ട്. ലിസ്റ്റ് നോക്കിയപ്പോ പള്ളിയിൽ അച്ഛൻ്റെ പേര് നരകത്തിലേക്കാണ്. ഈ കള്ളു കുടിച്ച് തോന്നിയാസായിട്ട് നടന്ന ഡ്രൈവറുടെ പേര് സ്വർഗത്തിലേക്ക്. അപ്പൊ പള്ളിയിൽ തെറ്റിപ്പോയി, ഇങ്ങനെയല്ല സംഭവം തെറ്റിപ്പോയിട്ടുണ്ട്, ആകെ കൂടി പ്രശ്നമുണ്ട്, ഞാനാണ് സ്വർഗത്തിൽ പോകേണ്ടത്, ഞാനാണ് ദൈവവേല ചെയ്ത ആൾ, ആ തെണ്ടി രാവിലെ കള്ളു കുടിച്ച് ബസ് ഓടിച്ച ആളാണ്, അയാൾ നരകത്തിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ നോക്ക് റിസൾട്ടാണ്,
നിങ്ങൾ രാവിലെ തന്നെ ഈ പുസ്തകമായിട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരെ പണ്ടാരക്കാരെ വരുന്നത് ഇയാൾ ഉപദേശം കേൾക്കണല്ലോ എന്നാണ് വിചാരിക്കുക. അതായത് ദൈവത്തിന്റെ പേരിൽ ആൾക്കാർ വെറുത്തു പോയിട്ടുണ്ട് ഇയാളെ കൊണ്ട്, ഈ ജനങ്ങളൊക്കെ. പക്ഷെ മറ്റേയാൾ അങ്ങനത്തെ ഡയലോഗൊന്നുമില്ല. രാവിലെ 2 പെഗ്ഗടിക്കും, ബസ് കയറി ഒരു പോക്കാം. ഈ ബസ്സിന്റെ അകത്തുള്ള 60 ആൾക്കാർ ദൈവമേ, അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് വേറൊരു ചിന്തയില്ല. 7 ആൾക്കാർ ലൈവായിട്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടായി ഇടയ്ക്ക് ഈ ബസ്. അപ്പൊ റിസൾട്ട് ഉണ്ടാക്കിയാരാ? പള്ളിയിൽ ചെന്നാണോ അല്ല പിന്നെ ഡ്രൈവറാണോ? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം, റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് അയാൾ സ്വർഗത്തിലേക്ക് പോയതാണ്. അതിന്റെ അർത്ഥങ്ങളെല്ലാവരും ദേവീമാദ്യം വായിക്കണം, നിർത്തി കള്ളു കുടിക്കണം. അതിന്റെ അർത്ഥം എന്താ? ജീവിതത്തില് ഒരു മനുഷ്യനെ ഉപദേശിക്കാൻ പറ്റും. ഉപദേശിക്കാൻ ഇങ്ങനെ തേട്ടി വരുമ്പം എന്താ ആലോചിക്കാം, എനിക്കൊരു സീറ്റ് നരകത്തില് റെഡിയായി വരുന്നുണ്ട് എന്ന് വിചാരിക്കണം. അപ്പൊ ജീവിതത്തിൽ ഉപദേശിക്കാൻ പാടില്ല. അപ്പൊ ഈ കഥ ആര് കേട്ടിട്ടുണ്ട്? ഈ കഥ ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് ആര് കേട്ടില്ല? മറ്റേ കുരുവി കേട്ടിട്ടോ? ആ കുരുവിയല്ലേ ഉപദേശിക്കാൻ പോയത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി. ഇനി ആ കുരുവിക്ക് എന്ത് ചെയ്യായിരുന്നു? ഉപദേശിക്കാതെ എന്ത് ചെയ്യായിരുന്നു? ഈ കുരങ്ങന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്താ ചെയ്യണത് എന്ന് ചോദിക്കാം. അപ്പോൾ കുരങ്ങന്മാർ പറഞ്ഞു, ഞങ്ങളിതാ തീ ഉണ്ടാക്കുകയാണ്, ഞാനും കൂടി കൂടിക്കോട്ടെ ചോദിക്കാലോ. അപ്പോൾ കുരുവിയും കൂടി. വലിയ സന്തോഷമായി കുരങ്ങന്മാർക്ക്, കാരണം നമ്മളെ കൂടെ ഒരാൾ വരികയല്ലേ. അങ്ങനെ ഇരുന്ന് ഊതി, അങ്ങനെ കുറേ ഊതിയപ്പോൾ ഒന്നും ആകുന്നില്ല, സ്വാഭാവികമാണല്ലോ. അപ്പോൾ കുരുവി ചോദിക്കുകയാണ്, ഇവിടെ കുറേ നേരമല്ലേ ഊതുന്ന്, ഇതിന് തീയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, ഇനി ഇത് തീയായിരിക്കില്ലേ? മുമ്പ് മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട് മിന്നാമിനിങ് എന്ന് പറഞ്ഞ ജീവിയുണ്ട്, അതെങ്ങനാണോ ഇത്? ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ് കുരങ്ങന്മാരെ. അപ്പോൾ കുരങ്ങന്മാരും കാര്യം മനസ്സിലായി. അങ്ങനെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അവർക്ക് എന്ത് മനസ്സിലായി? ഇത് മിന്നാമിനിങ്ങാണ്, കത്തില്ലാന്ന് മനസ്സിലായി. അവിടെ ആരൊക്കെ ജയിച്ചു? കുരുവി ജയിച്ചു, കുരങ്ങന്മാർ ജയിച്ചു, മിന്നാമിനിങ് ജയിച്ചു. നേരത്തെ എന്താ ഉണ്ടായത്? കുരുവി കത്തുകയും കുരങ്ങന്മാർ പരാജയപ്പെട്ടു. മിന്നാമിനിങ്ങിന്റെ കാര്യം പറയണ്ടല്ലോ, എല്ലാവരും ചോദ്യം പിന്നെ അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയണ്ടല്ലോ. ഈ രീതി ഇമോഷണൽ ലിറ്ററസിയോട് കൂടി ഇടപെടുന്ന രീതിയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ഒന്നാമത്തത് ഇമോഷണൽ ഇല്ലിട്രേറ്റിന്റെ രീതിയാണ്. നമ്മൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആണോ ഇമോഷണൽ ഇല്ലിട്രേറ്റ് ആണോ? ഓക്കെ, കുറച്ചുകൂടി വ്യക്തമായിട്ട് ലിറ്ററസി എന്താണ് ഇല്ലിറ്ററസി എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് മനസ്സിലാവും. ഇമോഷൻസ് ഏതൊക്കെയാണ്? മനുഷ്യന് അടിസ്ഥാനപരമായി 4 ഇമോഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ 4 ഇമോഷൻസ്? സന്തോഷം, സങ്കടം, ദേഷ്യം, 4 അടിസ്ഥാന വികാരങ്ങളുടെ മനുഷ്യന്. ബേസിക് വികാരങ്ങൾ 4 എന്നാണ്. ഒന്ന് സന്തോഷമാണ്. സന്തോഷം, സങ്കടം, ദേഷ്യം, ഭയം, പേടി, അസൂയ. ഒരു ഇതിൻ്റെയൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ്. അടിസ്ഥാനമായ സാധനങ്ങൾ ഈ 4 എണ്ണ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം 3 എണ്ണം ഒക്കെ ചേർന്നിട്ടാണ് ബാക്കിയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്നേഹത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ പറയുന്ന സ്നേഹമൊക്കെ. ഈ സന്തോഷത്തിൻ്റെ ആണ്. സന്തോഷം, സ്നേഹം വരുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക, സന്തോഷം വരുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക. വ്യത്യാസമുണ്ട്. ഓരോന്നിനും നമുക്ക് അതിൻ്റെ വിശദമായിട്ട് നോക്കാം. ഈ 4 വികാരങ്ങൾ മനുഷ്യന് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ? സത്യത്തിൽ ഇതിൽ 3 എണ്ണ വികാരമുള്ളൂ. സന്തോഷം എന്നുള്ളത് ഒരു വികാരമല്ല, മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവമാണ് എന്ത്? സന്തോഷം. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട എന്താ? സന്തോഷമാണ്. ഈ 3 വസ്തുക്കൾ, വികാരങ്ങൾ ജീവിതത്തിൽ വളരെ റെയറായി മാത്രം നമ്മളെ ജീവിതത്തിലേക്ക് വരേണ്ട അതിഥികളാണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ 4 എണ്ണത്തിൻ്റെ ഈ 4 വികാരങ്ങൾ? ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ? ആവശ്യമുള്ളതാണോ? എവിടെയാണ് ദേഷ്യം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ പറയും? മനുഷ്യന് ദേഷ്യം ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ പറയുന്നത്. നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ ദേഷ്യം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇതെവിടെ ചെന്ന് അവസാനിക്കാൻ നമുക്ക് അറിയില്ല. പ്രശ്നത്തിനാണ് അവസാനിക്കുക. ഓക്കെ, അപ്പോൾ അത് ഇമോഷണൽ ഇല്ലിറ്ററസി അല്ല, ലിറ്ററസി അല്ല, ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. ഇമോഷണൽ ഇല്ലിറ്ററസിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ്.
ഇമോഷണൽ ലിറ്ററസീൻ്റെ റിസൾട്ട് പോസിറ്റീവാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇമോഷണൽ ലിറ്ററസിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും, ഓരോന്നോരോന്നായിട്ട് പോകാം. അപ്പോൾ ഭയം മനുഷ്യന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ മനുഷ്യന് ആവശ്യമുണ്ട്. അത് എപ്പോഴാണ് നമുക്ക് നോക്കാം. ഈ 4 വികാരങ്ങൾ വരുമ്പം, ഓരോ വികാരം വരുമ്പോഴും മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? സന്തോഷം വരുമ്പോൾ മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? ഹാപ്പി ആണ് അല്ലേ, റിലാക്സ്ഡ് ആണ്. പിന്നെ കോൺഫിഡൻ്റ് ആണ് അല്ലേ. സന്തോഷം വരുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു സന്തോഷമുണ്ട്. കുറച്ചുകൂടി ആൾക്കാരോട് ഇഷ്ടം തോന്നും അല്ലേ, റിലാക്സ് ആണ്, നമ്മൾ ഹാപ്പിയാണ്. ദുഃഖം വരുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവാണ് സന്തോഷം വരുമ്പോൾ അല്ലേ. ദുഃഖം വരുമ്പോൾ മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? കരയും. എങ്ങനെ കരയും? അതല്ല ശബ്ദമല്ല വെച്ചത്, എൻ്റെ മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് വെച്ചത്. എങ്ങനെയായിരിക്കും ബോഡിയുടെ ഫീൽ? എന്തായിരിക്കും? സ്ട്രെസ്ഡ് ആണ്, ഡൗൺ ആണ്. അതായത് നമ്മുടെ നാഡി ഞരമ്പുകളൊക്കെ തളർന്നു പോകും. എവിടെയെങ്കിലും കടക്കണം നമുക്ക് തോന്നും. എങ്ങനെയാ കിടക്കുക? സങ്കടം വന്നാൽ ചുരുണ്ടു കൂടിയാണ് കിടക്കുക, കമഴ്ന്നാണ് കിടക്കുക അല്ലേ. തലയണയൊക്കെ ഉണ്ടെങ്കിൽ കമഴ്ന്ന് കിടക്കുക ചെയ്യുക. ഇപ്പൊ ബെഞ്ചും ഡെസ്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് മനുഷ്യൻ കിടക്കുക. കാരണം സങ്കടം വരുമ്പോൾ നമ്മൾ ഇൻട്രോവേർട്ടാണ്, നമുക്കൊരു ഫീലുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എനിക്കൊപ്പമില്ല എന്നുള്ള തോന്നലുണ്ട്. സന്തോഷം വരുമ്പോൾ നമ്മളെ ഫീൽ എന്താണെന്നറിയോ? നമ്മൾ കൈയൊക്കെ വിടർത്തി ലോകം മുഴുവൻ എനിക്കൊപ്പമുണ്ട് എന്നുള്ള തോന്നലാണ്. അപ്പം നമ്മുടെ വികാരങ്ങൾ മാറുമ്പം നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറും. അങ്ങനെയാണെങ്കിൽ ബോഡി ലാംഗ്വേജ് മാറ്റിയിട്ട് വികാരങ്ങളെ മാറ്റിക്കൂടെ എന്നുള്ളൊരു ചിന്തയാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സയൻസ് ഉണ്ടായത്. അപ്പോൾ പലപ്പോഴും നമ്മൾ സങ്കടം വരുമ്പോൾ, അപ്പം മോനൊക്കെ കുഞ്ഞുണ്ണൊക്കെ എന്തെങ്കിലും സങ്കടമായാൽ ഇടയ്ക്ക് അവൻ എന്തെങ്കിലും, ചെറിയ മോനുണ്ട്, രണ്ടാമത്തെ മോനുണ്ട്, എന്തെങ്കിലുമൊക്കെ അമ്മയായിട്ടോ ഞാനായിട്ട് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായാൽ പോയിരുന്ന് കമന്ന് ഇങ്ങനെ കിടക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ ആ പോണ സമയത്ത് മെല്ലെ മലർത്തി കിട്ടേക്കും. അപ്പോൾ കുഞ്ഞുണ്ണി പറയും അച്ഛനൊന്നും സങ്കടപ്പെടാനും കൂടി സമ്മതിക്കില്ല എന്നാണ്. കാരണം മലർന്ന് കടന്ന ലോകത്ത് ഒരു മനുഷ്യനും സങ്കടപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും മലർന്നാന്ന് സങ്കടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞങ്ങനെ തലയ്ക്ക് അയച്ച് മുളകി വെക്കേണ്ടി സങ്കടം വരില്ല മനുഷ്യന്. കാരണം ലോകം മുഴുവൻ എനിക്കൊപ്പമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് സങ്കടപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ സങ്കടം മനുഷ്യന് ആവശ്യമുള്ള വികാരമാണ്. എപ്പോഴും നമ്മളെ സപ്തനാഡികളെയും തളർത്തിക്കളയും. എന്താണ് മെസ്സേജ്? റിലാക്സ്. ഇപ്പം നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യരുതെന്നാണ്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ വലിയ അപകടം. എപ്പോഴാണ് നമുക്ക് അത്രയും സപ്തനാഡികളും തളർന്നു പോവുക? സങ്കടം വരുമ്പോൾ നമ്മളെ ആക്ഷൻ ഇല്ലാതായി കളയും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, നമുക്ക് നമ്മൾ അറിഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ മരണമൊക്കെ കണ്ടു. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ബോഡി എല്ലാ നാഡികളും തളർത്തി കളയും. ഇപ്പം നമ്മളോട് പറയാം നിങ്ങൾ അനങ്ങരുത്, റിലാക്സ് ചെയ്യുക, സമയം കൊടുക്കുക. എത്ര സമയം നമുക്കറിയില്ല. ചിലപ്പോൾ 24 hours മതിയാവും, ചിലപ്പോൾ 4 ദിവസം വേണ്ടി വരും, ചിലപ്പോൾ 7 ദിവസം വേണ്ടി വരും. അതിൻ്റെ എക്സ്ട്രീം പോയാൽ എത്ര ദിവസം വരെ എടുക്കും? 10 ദിവസം എടുക്കും. പിന്നെ 10 ദിവസം കൊണ്ട് ഫീല് മാറും. പിന്നെ നമ്മുടെ ഓർമ്മകളാണ് നമ്മളെ തളർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതെല്ലാ ജീവികളും സെയിമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസമാണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സങ്കടം പോലും 10 ദിവസം മനുഷ്യനുണ്ടാവും. അതിലധികം നമ്മളെ നിലനിൽക്കില്ല. പിന്നെ ഓർമ്മകൾ നമ്മളെ ഉള്ളിൽ സങ്കടം ഉണ്ടാക്കും. പോട്ടെ, അപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മരിച്ചു. അപ്പം നമുക്ക് ഒരുപാട് ഊർജ്ജം കിട്ടിയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്ത് കളയും. അപ്പോൾ നമ്മളോടൊന്ന് റിലാക്സ്, തളർത്തി കളയും. അപ്പോൾ ഒന്നാമത്തെ വികാരം എന്താണ്? സന്തോഷം. അതിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ നോക്കി. രണ്ടാമത്തെ വികാരം സങ്കടം വരുമ്പോൾ എന്താ ഉണ്ടാവുക? സപ്തനാഡികളും തളർന്നു. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സപ്തനാഡികളും തളർന്നു പോയി മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുക. ഇനിയോ ഭയങ്കര എനർജിയാണ് അല്ലേ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര എനർജി കിട്ടുന്നറിയോ? നിങ്ങൾ ഇൻറ്റു 3 ആൾ എനർജി കിട്ടും. അതായത് ആ സമയത്ത് നമുക്ക് എന്തും ചെയ്യാനൊരു ധൈര്യം ഉണ്ടാവും. അത് മാത്രമല്ല ഒടുക്കത്തെ എനർജി ആയിരിക്കും. 4 ആൾ എനർജി ഒക്കെ നമുക്ക് ഉണ്ടാവും. അത് എന്തിനാണ് ഒരാൾക്ക് 4 ആൾ എനർജി തരുന്നത്? ദേഷ്യം എന്തിനാണ് മനുഷ്യനെ വരുന്നത് അറിയോ? ജീവിതത്തിൽ വളരെ 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 റെയറായിട്ട് മാത്രം വരേണ്ട ഒരു വികാരമാണ് ദേഷ്യം. എപ്പോഴാണ് ദേഷ്യം വരേണ്ടതെന്ന് പറഞ്ഞറിയോ? നമ്മൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും അധർമ്മം കണ്ടു വിചാരിക്കുക. ഒരു ചെറിയ പെൺകുട്ടീനെ 4 ആൾ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ കുട്ടീനെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 4 ആൾ എനർജി വേണ്ടേ? അതിന് പ്രകൃതി നമുക്ക് തന്ന അനുഗ്രഹമാണ് ഇത്രയും ശക്തി.
അത് അവിടെ മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് വളരെ റെയറായിട്ട് വരേണ്ടതാണ് അല്ലേ. ആ ദേഷ്യം വരുമ്പോൾ 4 ആളെ ഊർജ്ജം നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജമാണത്. അപ്പോഴും മാത്രമേ പുറത്തേക്ക് വരൂ, അല്ലാതെ ഒരിക്കലും അത് പുറത്തേക്ക് വരില്ല. മറ്റേ നാഗവല്ലിൻ്റെ സിനിമയിൽ മറ്റേ ആ പെണ്ണൊക്കെ അല്ലേ ദുർഗാഷ്ടമി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇടത്തെ കൈൻ്റെ വിരലുകൊണ്ട് 2 കട്ടിലൊക്കെ എടുത്തെറിയുന്നില്ലേ. ആ സമയത്ത് എന്താ വരുന്നത്, ഒരുപാട് ഊർജ്ജം വരുന്നില്ലേ. അപ്പോൾ എവിടുന്നാന്ന് അറിയില്ല, നമുക്ക് ഒരുപാട് ഊർജ്ജം വരും. ഞാൻ ഈ കേരള പോലീസിന് ട്രെയിനിങ് എടുക്കാൻ വരണം, സൈക്കോളജി പഠിപ്പിക്കും. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ അതിന് ശേഷം പോലീസിലൊക്കെ എന്തെങ്കിലും കേസൊക്കെ ഒന്ന് തന്നെയാണ് വിളിക്കാം. ഞാൻ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലൊരു കേസ് വന്നൊരു ഭർത്താവ് ഭാര്യയെ അമ്മി കൊണ്ടെടുത്ത അമ്മിയില്ലേ അല്ലേ, അമ്മി എടുത്ത് ഭാര്യയെ തലക്കിട്ടു എന്നാണ് കേസ്. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ കാണാൻ പോയി. സത്യം പറയട്ടെ, ആ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു എല്ലിൻകൂട്ടി പോലത്തെ മനുഷ്യൻ, ഒരു അസ്ഥിക്കൂടം പാൻറ്റും ഷർട്ടും ഇട്ട് നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇയാൾക്ക് ഈ അമ്മി എടുത്ത് പൊക്കാൻ പറ്റില്ല. ഞാൻ അയാളോട് പറഞ്ഞു, ആസ് പെർ ദ സയൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഈ അമ്മി എടുത്ത് പൊക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തതാണ്. അപ്പോൾ ആ സാധനം കയറി ആസ് പെർ ദ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പൂമ്പാറ്റയ്ക്ക് പറക്കാൻ സാധിക്കില്ല. നിങ്ങളറിയില്ല, എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് അനുസരിച്ച് ഒരു തുമ്പിക്കോ പൂമ്പാറ്റയ്ക്കോ പറക്കാൻ സാധിക്കില്ല. കാരണം എന്താ, ആ ചിറകിന് ഈ ജീവിയെ പൊക്കി പറക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഒന്നൂക്കിൽ എന്തുകൊണ്ടായിരിക്കും എന്നിട്ടും ഈ പൂമ്പാറ്റ പറക്കുന്നത് അറിയോ? അല്ല, പൂമ്പാറ്റയ്ക്ക് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് അറിയാത്തതുകൊണ്ട്. എന്നെങ്കിലും പൂമ്പാറ്റ ഇത് പഠിച്ചാലോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറിയിലെ പൂമ്പാറ്റ വെറുതെ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് വന്നിരുന്ന് ഇത് വായിച്ചു. പിന്നെ പൂമ്പാറ്റയ്ക്ക് വായിക്കാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. അങ്ങനെ അക്കോർഡിംഗ് ടു എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ഒരു പൂമ്പാറ്റയ്ക്ക് ഒരിക്കലും പറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളോട്, അക്കോർഡിംഗ് ടു സയൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഈ അമ്മി എടുത്ത് പൊക്കാൻ പറ്റില്ല, എനിക്കറിയാം. പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. അയാൾ എന്നോട് പറയാം, സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അമ്മി പൊക്കാൻ പറ്റില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ഓളെ വർത്താനം ഈ അമ്മയല്ല സാറേ, ആ ഒരള് വേണം ഇവിടെ പഠിച്ചു അമ്മ വെറുപ്പിക്കലാണ്. ചില വർത്താനം കേൾക്കുമ്പോൾ എവിടുന്നോ ഒരു ശക്തി ഇങ്ങോട്ട് വരികയാണെന്നാ പറയുന്നത്. അതിന് ശേഷവും അതിന് ഇന്ന് ഒരാൾക്ക് പൊക്കാൻ പറ്റിയില്ല. ഒരാൾക്ക് കാരണം അവിടെയാണ് ചില ആൾക്കാരെ വർത്താനം കേട്ടാൽ കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തങ്ങ് അല്ലേ അടിച്ചങ്ങോട്ട് കൊല്ലാൻ തോന്നും. വലിയ പാറ് കെടുത്തെറിയാം, രണ്ടാക്കും തോന്നിട്ടോ. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ ബോഡി എടുത്ത് ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ആൾക്കാർ. ഒരു ബോധവും ഇല്ലാതെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വലിയ വില കൊടുത്ത് വാങ്ങിയ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക, തലയെടുത്ത് ഏതെങ്കിലും അടിച്ച് പൊട്ടിക്കുക, അങ്ങനെ സകല അക്രമം ഉണ്ടായിക്കളെ. ഇതൊക്കെ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ ബോധപൂർവം ചെയ്യുന്നല്ല, അറിയാതെ ചെയ്തോണാണ്. അത് അവിടെയാണോ പ്രയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ദേഷ്യം വളരെ റെയറായിട്ട് മാത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരേണ്ട ഒരു വികാരമാണ്. 4ാമത്തെ വികാരം എന്താ? ഭയം എപ്പോഴാണ് മനുഷ്യന് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോഴാണ്, എന്താണ് ഭയം വരുമ്പോൾ മനുഷ്യൻ്റെ ബോഡിയിലേക്ക് ഭയം വരുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യാം? ഓടാൻ തോന്നും. കറക്റ്റാണ്, ഓടാൻ തോന്നും. എന്തുകൊണ്ടാണ് ഓടാൻ തോന്നുന്നത്? ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുക അല്ലേ. ഫൈറ്റ് ഇറ്റ് ഓർ ഫ്ലൈ ഇറ്റ് എന്ന് പറയുന്ന 2 ആക്ഷനാണ് മനുഷ്യനുള്ളത്. ഒന്ന് നോക്കില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം. എല്ലാ ജീവികൾക്കും ഈ സാധനമുള്ളത്. ഈ പട്ടിയൊക്കെ നമ്മൾ കടിക്കണം എന്തുകൊണ്ടാണ് അറിയോ? പേടിച്ചിട്ടാണ്. പട്ടിക്ക് വേറെ ഇങ്ങോട്ട് പോലെ ഇനി ഇയാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പം പിന്നെ അത് അറ്റാക്ക് ചെയ്തേക്കും. എല്ലാ ജീവി നമ്മുടെ ഉള്ളിൽ ആ കൃപ ഉണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള മനോഭാവം, അല്ലെങ്കിൽ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് പേടിച്ചിട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഇമോഷണൽ ഇലിറ്ററസിയാണ്. ഭയം വരുമ്പം ഭയം ഒരു അനുഗ്രഹമാണ്. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചില പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൊറോണ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൈറ്റ് എന്ത് ചെയ്യണം? ആ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി. അല്ലാണ്ട് അന്നേരം വലിയ കേമത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് അഭ്യാസം കളിക്കാനല്ല വേണ്ടി. നമ്മളിപ്പോൾ ഒരു ലോറി ഇങ്ങനെ പിന്നെ ബ്രേക്ക് പോയിട്ട് ഇങ്ങനെ ഇറക്കത്തിന് 3 സ്പീഡിൽ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരാൾ ഞാൻ മറ്റേ സുരേഷ് സാറിൻ്റെ മൈൻഡ് പവറിൻ്റെ ക്ലാസ് കഴിഞ്ഞാളാണ് എന്ന് പറഞ്ഞ് നടുക്കിങ്ങനെ നെഞ്ചു വിരിച്ചിരുന്നാലോ എന്താ ഉണ്ടാവുക? ലോറി മേക്കൂടി കയറി ഇറങ്ങിയപ്പോൾ ഫോട്ടോസ് എടുത്താൽ മാതിരി കാണാം റോഡ് പോകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യരുത്? മസിൽ പിടിക്കാൻ നിൽക്കരുത്. അവിടുന്ന് മാറിക്കണം. പല സ്ഥലത്തും നമ്മൾ മാറിയിരിക്കാണ് വേണ്ടത്. അവിടെ ഭയം നമ്മളോട് മാറി നിൽക്കാൻ പറയണം. അത്യാവശ്യമാണ് നമുക്ക് ഭയം. ഈ 4 വികാരങ്ങൾ ഈശ്വരൻ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി
തന്ന അനുഗ്രഹങ്ങളാണ്. ഇത് ശരിയായ രീതിയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ രീതിയിലാണെങ്കിൽ അത് ഇമോഷണൽ ലിറ്ററസിയാണ്. ശരിയായ രീതിയിലല്ലെങ്കിൽ അത് ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. ശരിയായ സ്ഥലത്ത് തെറ്റായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് ഇമോഷണൽ ഇല്ലിറ്ററസി. അപ്പോൾ ഏതെങ്കിലും ഒരു വികാരം മാത്രമേ ശരിയുള്ളൂ, ബാക്കി 3 വികാരങ്ങൾ അവിടെ തെറ്റാണ്. ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു വികാരം പ്രകടിപ്പിക്കുന്നത് മാത്രമാണ് ഇമോഷണൽ ലിറ്ററസി, ബാക്കി 3 വികാരങ്ങളും ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. കറക്റ്റ് വികാരമാണോ നമ്മൾ പ്രകടിപ്പിക്കുന്ന നോക്കാം. കറക്റ്റ് വികാരമാണോ നമ്മൾ എങ്ങനെ മനസ്സിലാവുക? നമ്മൾ പ്രകടിപ്പിച്ച വികാരം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആരായിരുന്നു? ഇമോഷണൽ ലിറ്ററേറ്റ് ആയിരുന്നു. നമ്മൾ ആ സിറ്റുവേഷനിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിലോ, അതിൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ നമ്മൾ ഇമോഷണൽ ഇല്ലിറ്ററേറ്റ്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി ഒരു ഉദാഹരണം നോക്കാം. ഒരു ബസ് പോവുകയാണ്, നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ്സിലെ ഡ്രൈവർ കള്ളു പിടിച്ച് ബോധമല്ലാണ്ട് അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ വണ്ടി ഓടിക്കുകയാണ്. നമുക്കിവിടെ ഏത് വികാരം വന്നാലാണ് സൊല്യൂഷനിൽ നോക്കാം. ഓരോ വികാരത്തെ പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം എന്ത് വന്ന്? സന്തോഷം വന്നു. ഹായ് അടിപൊളി സൂപ്പർ എന്നൊക്കെ നമ്മളെ എന്താ ഉണ്ടാവുക? അപകടം വരും അല്ലേ? ഓക്കെ, അത് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പം അത് സന്തോഷം അവിടെ പ്രകടിപ്പിച്ചത് ഇമോഷണൽ ലിറ്ററസി ആയിരുന്നോ ഇല്ലിറ്ററസി ആയിരുന്നോ? ആ സമയത്ത് നമുക്ക് ദുഃഖം വന്നു, സപ്തനാടികളും തളർന്നു പോയി. നമ്മളിങ്ങനെ കിടന്നുറങ്ങാം, അങ്ങനെ കിടന്ന് നടന്ന് ഇങ്ങനെ ഇരുന്ന് അയ്യോ 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 എന്ന് പറയാൻ തുടങ്ങി. റിസൾട്ട് ഉണ്ടോ? ലിറ്ററസി ആയിരുന്നോ ഇല്ലിറ്ററസി ആയിരുന്നോ? ഭയം വന്നു, നമുക്ക് ഈ വിട്രോവൽസ് ഉണ്ടായി, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുന്നതായി. പാൽപിറ്റേഷൻ കൂടി നമുക്ക് ആകെ കൂടി ഒരു ആൻസൈറ്റി ഒക്കെ വന്നു. റിസൾട്ട് ഉണ്ടോ? ആ സമയത്ത് നമുക്ക് ദേഷ്യം വന്നു. നമ്മൾ ആടുന്ന് എഴുന്നേറ്റ് പോയി ഡ്രൈവറെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാറുണ്ട്. അയാൾ ആടുന്ന് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു. എല്ലാവരും ലൈഫ് സേഫായി. റിസൾട്ട് എന്തായിരുന്നു? പോസിറ്റീവാണ്. അപ്പോൾ അവിടുത്തെ വികാരം ഏതായിരുന്നു? ഇമോഷണൽ ലിറ്ററസി ദേഷ്യമായിരുന്നു. മറ്റ് 3 വികാരങ്ങൾ അവിടെ ഇമോഷണൽ ഇല്ലിറ്ററസി ആയിരുന്നു. ചില സ്ഥലത്ത് ദേഷ്യം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുന്നതും ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. നമ്മളെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാതിരിക്കുന്നതും അധർമ്മമാണ്. അവിടെ പ്രതികരിക്കണം. പക്ഷേ നോക്കാം, ദേഷ്യത്തിന് തന്നെ പല മാനങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ യഥാർത്ഥ സ്ഥലത്ത് യഥാർത്ഥ ദേഷ്യം, യഥാർത്ഥ വികാരം പഠിപ്പിക്കാം. ഉദാഹരണത്തിന് എൻ്റെ മൊബൈൽ ഫോണ് എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടിപ്പോയി. എനിക്ക് എന്ത് ഫീൽ ഉണ്ടാവുക? സങ്കടം. എൻ്റെ മൊബൈൽ ഫോണ് എൻ്റെ ഭാര്യേൻ്റെ കയ്യിൽ നിന്ന് വീണ് നിലത്ത് വീണ് പൊട്ടിപ്പോയി. എൻ്റെ ചോദ്യം, എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടുമ്പോൾ എനിക്ക് സങ്കടം വന്നാൽ എൻ്റെ ഭാര്യേൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുമ്പോൾ എന്ത് വന്നാൽ മതി അല്ലേ? അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുമ്പോൾ അയ്യോ അത് സാറില്ല, ആരുടെ കയ്യിൽ നിന്നാലും വീണ് പൊട്ടിപ്പോകില്ലേ? മോൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലും ഇതിലേതോ ഒന്നല്ലേ ശരിയല്ലോ. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു. എന്ത്? ഞാൻ എൻ്റെ ഭാര്യൻ്റെ കയ്യിൽ നിന്ന് നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞത് പൊട്ടരുത് അല്ലെ, പൊട്ടിക്കരുത് എന്നല്ലേ. കഴിഞ്ഞ ആഴ്ച നിങ്ങളെ കയ്യിൽ നിന്ന് കൂടെ പൊട്ടിയതോ? അത് കുറ്റം വീട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങാനും ഒരു കപ്പങ്ങാൻ നിലത്ത് വീണ് പൊട്ടിയാൽ 3 ദിവസത്തേക്ക് വീട്ടിൽ യുദ്ധം. മിക്കവാറും ആഴ്ചയിൽ 3 ഡസനാണ് കപ്പിന്റെ വീട്ടിൽ വാങ്ങുന്നത്, ഭാര്യയുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോണേ അല്ലേ? അതിന് യാതൊരു കണക്കില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് എന്തു ആവാം, നിങ്ങളെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ വികാരം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? 99.9% സ്ഥലങ്ങളിലും നമ്മൾ തെറ്റായ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത്. സങ്കടം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് മനുഷ്യൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. പല സ്ഥലത്തും നമ്മൾ എന്താ പ്രകടിപ്പിക്കേണ്ടത്? ശരിക്കും ഞാൻ വിചാരിച്ചതുപോലെ ഒരാൾ എന്നോട് പെരുമാറിയില്ല, ഞാൻ എന്ത് വികാരം പ്രകടിപ്പിക്കേണ്ടത്? നമ്മളിപ്പോൾ പ്രകടിപ്പിക്കേണ്ട ദേഷ്യമാണ്. എന്താ പ്രകടിപ്പിക്കേണ്ടത്? ശരിക്കും സങ്കടമാണ് അല്ലേ? ദിവസവും ഭാര്യ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടായിത്തരും, ഞാൻ കഴിക്കും. ഒരു ദിവസം ഭക്ഷണം മോശമായിപ്പോയി, കുറച്ച് ഉപ്പ് കൂടിപ്പോയി, ഞാൻ എന്താണ് പ്രകടിപ്പിക്കുക? ആണോ? പ്രകടിപ്പിക്കേണ്ടത് സങ്കടമാണ്. പൊതുവെ എന്താ പ്രകടിപ്പിക്കാം? എന്തുപ്പാണെങ്കിൽ അത് വാരിട്ടത് ഞാൻ ചോദിക്കും. വാളെന്ത് പറയും? എനിക്ക് ഇത്രയൊക്കെ സൗകര്യമുള്ളൂ, വേണമെങ്കിൽ ചെന്ന് പോയാൽ മതി. അപ്പൊ ഞാനെന്ത് പറയും? ഞാൻ അധ്വാനിച്ചുണ്ടാകുന്ന പൈസ കൊണ്ട് ഇങ്ങനെ നശിപ്പിക്കാണോ ചോദിക്കും. അവളെന്ത് പറയും?
നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരുന്നതാണ്, നിങ്ങൾ ആ മൂലയ്ക്ക് ഇരുന്ന് ഉണ്ടായിക്കോളൂ, എനിക്ക് ഈ പണീൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറ്റൂ പറയും. ഞാൻ എന്തിനെ കൊള്ളാതെ പന്നിക്ക് കഴിക്കാം പറയും. അപ്പൊ അവള് എന്ത് പറയും, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എന്ന് പറയും. അതോടുകൂടി അവിടെ കമ്മ്യൂണിക്കേഷൻ അവസാനിക്കും. നേരെ കുറച്ച് ഞാൻ അവളോട് പറയാണ്ടി ഇതിൽ കുറച്ച് ഉപ്പും കൂടി കുറഞ്ഞിരുന്നത് കുറച്ചുകൂടി നന്നാവായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, വേണമെങ്കിൽ തിന്നാൽ മതി എന്നറിയോ അല്ലേ? അവിടെ നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മളെ സ്റ്റിമുലസിനനുസരിച്ചാണ് എന്തുണ്ടാവുക, റെസ്പോൺസ് ഉണ്ടാവുക. അപ്പൊ എല്ലാം ഇപ്പം നമ്മൾ പറയേണ്ടത് എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ തന്നെയാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇമോഷണൽ ഇല്ലിറ്ററേറ്റ് ആയ ഞാനും ഇമോഷണൽ ലിറ്ററേറ്റ് ആയ ഞാനും ഒരു സംഭവമാണ്. ഒരു സംഭവം പറയാം. ഞാൻ ഇമോഷണൽ ലിറ്ററസി പഠിക്കുന്നതിന് മുമ്പുള്ള ഞാൻ മഹാവൃത്തിയുടെ സ്വഭാവമുള്ള ആളായിരുന്നു. അതായത് എനിക്ക് തന്നെ എനിക്കിഷ്ടമല്ല ആ കാലത്ത് തന്നെ. അപ്പോൾ ഇമോഷണൽ ലിറ്ററസി ഇല്ലാത്ത ഞാൻ രാവിലെ 7 മണിക്ക് എൻ്റെ ക്ലിനിക്കിലേക്ക് പോകും. അപ്പോൾ രാവിലെ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കും. ഞാൻ ഈ ചായ കുടിക്കും. ഈ ഗ്ലാസ് ഞങ്ങളെ ഫ്രണ്ടിലൊരു കമ്പ്യൂട്ടർ വെക്കുന്ന ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ വെക്കും. ഞാൻ ക്ലിനിക്ക് പോകും. വൈകുന്നേരം 5 മണിക്ക് ക്ലിനിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ആ കപ്പ് അവിടെ തന്നെ ഉണ്ടാവും. ഒരു 36 ഉറുമ്പ് അതിന് ചുറ്റും നടന്ന് തിരുവാലികൾ കളിക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കാലിൻ്റെ പെരുവലിൻ്റെ മുകളിൽ നിന്ന് ഒരു സാധനം കയറിയിട്ട് എന്ത് ചെയ്യും, തലച്ചോറിലേക്ക് വരും. ഈ തലച്ചോറിലേക്ക് സാധനം വരുമ്പോൾ ഞാൻ ഒരൊറ്റ അലർച്ചയാണ്. പുറത്തുനിന്ന് എന്ത് ചോദിക്കും, ഈ ഗ്ലാസ് എടുത്ത് അകത്തുകൊണ്ടൊക്കെയാൻ അങ്ങനെയൊക്കെയാണ്. എത്ര ഭേദം ഉണ്ടായിരുന്നു അതല്ല. ഈ ഗ്ലാസ് എടുത്ത് അകത്തുകൊണ്ടൊക്കെയാൻ നിന്റെ പിതാശ്രീ വരുമോ, 4 കാലം. അത് മാത്രല്ല എന്നെ അപ്പുറത്തേക്കുണ്ട്. അകത്തുണ്ടാക്കിയാൽ നിന്റെ പിതാശ്രീ വരുമോ, 4 കാലും ഒരു വാലുമുള്ള ജീവിയുടെ പുത്രിയെ എന്നാണ്. വേറൊരു ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഷയാണ് ഞാൻ മഹാമോശമായിരുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര വൃത്തിയുടെ ഭാഷയാണ് ഉപയോഗിക്കുക. അങ്ങനെ ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ഇത് താത്തുണ്ടാക്കാൻ നിന്റെ വരുമോ. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഭാര്യന്റെ അവസ്ഥ എന്തായിരിക്കും? അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അടുക്കി പെറുക്കി വൃത്തിയാക്കി ഇതൊക്കെ എല്ലാ ഡ്രസ്സും കൊണ്ടുപോയി അലക്കി ഇതൊക്കെ അയൺ ചെയ്തതൊക്കെ അലമാറയില് വെക്കൂല. അതാണ് പ്രത്യേകത. ഇതൊക്കെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്കും. അതിന് വേണ്ടിയിട്ടാ അലമാറ വെച്ച് ഞാൻ കാണൂലല്ലോ. അപ്പൊ ഞാൻ കയറി വരുന്ന ഞാൻ ഈ ഡ്രസ്സ് കണ്ടിട്ട് എന്ത് ചെയ്യണം, അവളെ അപ്രിഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഇപ്പൊ അപ്രിസിയേഷൻ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്ത് ഡയലോഗ് താത്തുണ്ടാക്കാൻ വരും നോക്കുന്നത്. പൊതുവെ അവളെ അവസ്ഥ എന്തായിരിക്കും, സങ്കടമായിരിക്കല്ലേ. ആ സമയത്ത് അവളെ അകത്ത് ഒരൊറ്റ ഡയലോഗാണ്. എന്താ ഡയലോഗ്? ഇത്രയും നേരം ഈ വീട്ടില് എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നു തുടങ്ങി, നിങ്ങൾ വന്നു തുടങ്ങി സമാധാനം. ഇത് കേൾക്കുമ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ അവള് പറയാണ്, നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നതാണ് ഈ വീട്ടിലെ എനിക്ക് സഹിക്കോ? അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതാണടി നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അകത്തേക്കായിട്ട് പോകും. എന്നിട്ട് അവളുടെ പിറന്നാളിന് അവളുടെ അനിയൻ വാങ്ങിക്കൊടുത്ത ഒരു മൈക്രോവേവ് ഓവനുണ്ട്. ഞാനതെടുത്ത് ഒറ്റയാണ്. അപ്പൊ അവള് നിന്റെ ഏട്ടൻ അന്ന് VCP എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മള് കണ്ടു തുടങ്ങിയ സാധനം, അങ്ങനെ ദുബായിൽ നിൽക്കി കൊണ്ടുവന്ന VCP അവളെടുത്ത് ഒറ്റയാണ്. അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് തുടങ്ങും. ഞാൻ എൻ്റെ പൊതുവെ സ്വഭാവം എന്താ വെച്ചാൽ, എന്തെങ്കിലും ദേഷ്യം പിടിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുക സാധനം എടുത്തെറിയ. ഞാൻ സ്ഥിരമായിട്ട് റിമോട്ട് അതിന് എടുത്തെറിയല്. എൻ്റെ മെയിൻ ഹോബി എന്താ, ദേഷ്യം പിടിച്ചാൽ റിമോട്ട് എടുത്ത് ഒറ്റയാണ്. അങ്ങനെ അത് പൊട്ടിപ്പോകും. അങ്ങനെ ഞാൻ തന്നെ റിമോട്ട് വാങ്ങാൻ പോകണം. പിന്നെ അങ്ങനെ കോഴിക്കോട് റിമോട്ട് വാങ്ങുന്നൊരു കട ഉണ്ട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എത്താം, നന്ദലത്തി ജിമാട്ട് എത്താം, കോഴിക്കോട് എനിക്ക് അറിയാം. അവിടെ ഞാൻ ദിവസവും റിമോട്ട് വാങ്ങുമ്പോൾ ഒരു ദിവസം ആ തെണ്ടി എന്നോട് ചോദിക്കാം, 12 ഒന്നിച്ചെടുക്കട്ടെ. അയാളെ പറഞ്ഞ കാര്യമില്ല, ഞാൻ ദിവസം ഒന്ന് വാങ്ങാൻ പോകണ്ട. അയാൾ വിചാരിച്ചത് എൻ്റെ യാത്ര ഒഴിവാക്കാലോ. അങ്ങനെ 12 റിമോട്ട് വാങ്ങിപ്പോയാളാണ് ഞാൻ. അങ്ങനെ റിമോട്ട് എറിയുന്ന ഞാൻ പരിപാടി നിർത്തിയപ്പോഴാന്ന് വെച്ചാൽ, ഞാനൊരു ഇതുപോലെ എന്തോ ഒരു ദേഷ്യം പിടിച്ച് ഞാൻ റിമോട്ട് ഒറ്റയിടാം. ഇത് കണ്ടിട്ട് എൻ്റെ മോൻ TV എടുത്ത് ഒറ്റയിടാം. അതോടുകൂടി ഈ പരിപാടി ഞാൻ നിർത്തി. കാരണം 110 ഉറുപ്പിക എന്തിനുള്ളൂ, TVക്ക് അങ്ങനെയല്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണല്ലോ. അതോടുകൂടി ആ പരിപാടി നിർത്തിയില്ല. അങ്ങനെ
ഞാൻ സാധനങ്ങൾ വലിച്ചെറി. അങ്ങനെ 7:45 ഞങ്ങളെ അപ്പുറത്തുള്ള ആക്രി കച്ചവടം നടത്തുന്ന ബെന്നിച്ചേട്ടൻ്റെ ചേട്ടൻ വിളിച്ചേക്കും ഞാൻ വരാനായോ. അങ്ങനെ മൂപ്പര് വന്ന് സാധനമൊക്കെ പെറുക്കിക്കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ. അങ്ങനെ ഞാൻ എന്ത് പഠിക്കാൻ പോയി? ഇമോഷണൽ പഠിക്കാൻ പോയില്ലേ. അങ്ങനെ ഞാൻ ഇമോഷണൽ ലിറ്ററേറ്റ് ആയി. ഞാൻ അങ്ങനെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഭാര്യയ്ക്ക് ചായ ആയിരുന്നു. ഞാൻ ചായ കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോന്നു. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആ ഗ്ലാസ് അവിടെ തന്നെ കാണുന്നു. ആ ഗ്ലാസ്സിന് ചുറ്റും ഒരു 36 ഉറുമ്പ്. ദിവസം തിരുവാതിര ബോറടിക്കില്ലേ, അന്ന് ഒപ്പനയാണ് കളിക്കുന്നത്. ഒപ്പന കളിക്കണം. ഇത് കാണുമ്പോൾ എൻ്റെ പെരുവലിൻ്റെ മോളിന്ന് ദേഷ്യം വരൂലല്ലോ. ഞാൻ ക്ലാസ് അറ്റൻഡ് എന്താണ് ഇങ്ങനെ വന്നോ? വന്നില്ല. അതാണ് അവസ്ഥ. ഇങ്ങനെ വന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം ഏത് അത് പറയാൻ ഞാൻ പുള്ളി പറയട്ടെ. നിങ്ങൾ മറ്റേ ഭർത്താവാണല്ലോ, മറ്റേ കേസിന്റെ പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞാൻ ഈ ക്ലാസ് കാണുന്നു. എനിക്ക് കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പൊ ഞാൻ എന്നാലും വീട്ടിനകത്തേക്ക് കയറുന്നു. അപ്പോൾ ഭാര്യ വീടൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നല്ല അധ്വാനമുള്ള വീട്ടൊക്കെ സൂപ്പറായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അവർക്കൊരു വലിയ അഹങ്കാരം അഭിമാനമൊക്കെ തോന്നും. അപ്പം ഞാൻ ചോദിക്കണം, അല്ല നമ്മളെ ചായ കുടിച്ച ഗ്ലാസ് ഉണ്ടല്ലോ പുറത്ത്. അയ്യോ ചേട്ടാ മറന്നു പോയതാണെന്ന് പറഞ്ഞ് ഓടുന്നു. ഗ്ലാസ് എടുക്കുന്നു, കഴുകി വെക്കുന്നു. മുമ്പ് എന്നോട് ചോദിച്ച സ്വന്തം ചായ കുടിച്ച ഗ്ലാസ് അല്ലേ, ഒന്ന് എടുത്ത് കഴുകി വെച്ചാൽ കയ്യിലെ വള ഊരി പോകുന്നില്ലല്ലോ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാളാ. അങ്ങനെ അത് തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചെയ്യണ്ടേ. എന്തായാലും അതോടുകൂടി എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി. അപ്പൊ എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി സോൾവ്. അന്നാണ് ഞാൻ എനിക്ക് എന്ത് തിരിച്ചറിവുണ്ടായത്? വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അല്ല ഞാനാണെന്ന്. ശരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയണ്ട. എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി ഞാനാണ്. എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റേതാണ് എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറയണം. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ ശരി. ഞാനത് പണ്ട് പറയിപ്പിക്കല്ലായിരുന്നു എല്ലാവരും കൊണ്ടും. പക്ഷെ തൃശ്ശൂർ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഇമോഷണൽ ലിറ്ററസിയാണ്. ഞാനന്ന് പത്രക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരോടും നമുക്കൊരു അഹങ്കാരമാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും പറയൂ പ്രതിജ്ഞ ചെയ്തിട്ട് പോയാൽ മതി. എല്ലാവരോടും പറയും എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരവാദി ഞാനാണ് എന്ന് പറയാൻ പറഞ്ഞ എല്ലാവരോടും. ആൾക്കാർ പറയാ ഞങ്ങളെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും ശ്രീനാഥിയാണ്. നമ്മൾ അയ്യോ അങ്ങനെയല്ല എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരവാദി നിങ്ങളാണ് എന്ന് പറയണം. എന്നോട് പറയാം എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി നിങ്ങളാണ്. ഞാൻ ആ പരിപാടി ക്യാൻസൽ ആയിട്ടാണ്. ഇതുവരെ പിന്നെ ഞാൻ ആരെക്കൊണ്ടത് പ്രതിജ്ഞ ചെയ്യിച്ചില്ല. അപ്പം നമ്മളെ ഉള്ളിൽ നമ്മൾ ഈ സാധനം പഠിച്ചാൽ, ഇമോഷണൽ ലിറ്ററേറ്റ് ആയാൽ എന്ത് മാറ്റം വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇമോഷണൽ ലിറ്ററസിയോട് കൂടി ഇടപെട്ടാലേ. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താ? നമ്മൾ ഇമോഷണൽ ഇല്ലിറ്ററേറ്റ് ആണ്. സങ്കടം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പം ഞാനൊരു ദിവസം കല്യാണം കഴിഞ്ഞുകൊണ്ട് ഭാര്യയും കൂട്ടി ഒരു ഫംഗ്ഷന് പോയി. കല്യാണം കഴിഞ്ഞു പറഞ്ഞാണല്ലോ. അപ്പോൾ പോയി തിരിച്ചു വരുമ്പോൾ ഭാര്യ മുമ്പിൽ നടന്നുപോയി, ഞാൻ പിന്നിലിങ്ങനെ നടന്നു വരാം. അപ്പോൾ ആൾക്കാർ അവൾ മുമ്പ് പോയി, എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ ഇവളോട് എന്തോ ചോദിച്ചു, അവൾ കേട്ടില്ല. അങ്ങനെ തിരിച്ചു വരുന്ന എന്നോട് ആൾക്കാരോട് നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. അപ്പം എൻ്റെ ഭാര്യ മിണ്ടാതെ പോയല്ലോ. അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഭാര്യ ഒരു എന്തോ അഹമ്മദില്ല ആളാന്നൊക്കെയാണ് ഫ്രണ്ട്സ് പറയുന്നത്. ഇതും കൂടി കേട്ടേരം അതോടുകൂടി എൻ്റെ സകല കൺട്രോളും പോയി. കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്നെ മാനം കെടുത്തിയില്ല ഇവിടെ. അങ്ങനെ ഞാൻ പോയി കാറിൽ കയറി ഡോറിൽ വലിച്ചും കൊണ്ടടച്ച്. നമ്മൾ അങ്ങനെ നമുക്ക് ആരോടെ ദേഷ്യം തോന്നിയാൽ നമ്മളെ പ്രവൃത്തിയിലുണ്ടാവും അല്ലേ. പിന്നെ നമ്മളെ വീട്ടിൽ വന്നാൽ അറിയാം നമുക്ക് ആരോടെ ദേഷ്യം നമ്മൾ ഗ്ലാസ് വെക്കുന്നത്. എനിക്കറിയാം. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഭാര്യ ചായൻ്റെ ഗ്ലാസ് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന സൗണ്ട് കേട്ടാൽ എനിക്കറിയാം അന്ന് ആ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നുള്ളത്, അവിടെ മാനസികാവസ്ഥ എന്താണുള്ളത്. അത് കൃത്യമായിട്ട് നമ്മുടെ ആക്ഷനിലുണ്ടാവും. അങ്ങനെ ഞാൻ ഈ കാറിൽ കയറി ഡോറും കൊണ്ട് വലിച്ചടച്ച് ഒറ്റ പോക്കാ. പിന്നെ സകല ഘട്ടറിൽ ഞാൻ അടിച്ചു. ഇവിടെ നിങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകാൻ മനുഷ്യൻ ചോദിക്കുന്നത്. ഞാൻ ഉണ്ടായിക്കേടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് 3 ഗട്ടർ വിട്ടു പോയതിൻ്റെ ശ്രദ്ധപ്പെട്ടത്. അങ്ങനെ റിവേഴ്സ് വന്ന് ആ 3 ഗട്ടറിലും കൂടി ചാടിച്ചിട്ടാണ് ഞാനന്ന് വീട്ടിലെത്തി. അത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്ത് കാര്യം പറയാം? നീ എന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നാണം കെടുത്തിയില്ലേ? നീ എന്ത് നാണം കെടുത്തി? നീ അവർ വിളിച്ചാലും മിണ്ടാതെ പിന്നെ നീ പോയില്ലേ? അപ്പോൾ അവിടെ ഉണ്ട് സുഹൃത്തെ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിളിച്ചത്. ഞാനാണെന്ന് തിരക്കിട്ടും കൂടെ പോരുകയുണ്ടായിരുന്നത്.
അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവിടെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ ദേഷ്യം പ്രകടിപ്പിച്ച് എൻ്റെ BP വർദ്ധിപ്പിച്ചെന്നല്ലാണ്ട് വേറൊരു ഗുണം ഉണ്ടായില്ല. അപ്പോൾ സത്യത്തിൽ ഞാൻ അവളോട് ചോദിക്കേണ്ടിയിരുന്നത് എന്താ, എൻ്റെ ഫ്രണ്ട്സ് നിന്നോട് സംസാരിച്ചപ്പോൾ നീ മൈൻഡ് ചെയ്യാതെ പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമായി എന്ന് ഞാൻ പോയ ഉടനെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ എന്ത് പറയായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയില്ലായിരുന്നു, ഞാൻ വീണ്ടും ഒരിടത്തേക്ക് പോകണമെന്ന് നോക്കില്ലായിരുന്നു, സംസാരിക്കണമെന്ന് നോക്കില്ലായിരുന്നു. ഇതിപ്പോൾ ഞാനവിടെ മനസ്സിൽ വിചാരിച്ചാണ് ഇവരവളോട് അവൾ മൈൻഡ് ചെയ്യാതെ പോയി, അവളെ അഹമ്മദിയാണെന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ച് കൂട്ടി ഒരു ലോകം ഉണ്ടാക്കി ഈ തോന്നിയാസമൊക്കെ ഞാൻ കാണിച്ചാണ്. ഇതുപോലെയാണ് നമ്മൾ കാണിക്കുന്ന സകല തോന്നിയാസവും നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോഴേക്ക് സമയം ഒരുപാട് ലേറ്റ് ആയിപ്പോകും. അപ്പോൾ നമ്മൾ ശരിയായ വികാരമല്ല പ്രകടിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഭയം വരുമ്പോഴും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്ന എന്താ, ദേഷ്യമാണ് അല്ലേ? എല്ലാത്തിനും നമുക്ക് ദേഷ്യം മാത്രമേ, നമുക്ക് ആകെ എല്ലാം പ്രകടിപ്പിക്കാൻ ദേഷ്യം മാത്രമേ ഉള്ളൂ. ഭയം വന്നാൽ നമ്മൾ ഭയം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പോലും ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഏറ്റവും എന്താ കാരണമുണ്ട്. ആ കാരണം ഞാൻ പിന്നെ പറയാം. എല്ലാ വികാരത്തിനും മനുഷ്യൻ റീപ്ലേസ് ചെയ്യുന്നുണ്ടാ ദേഷ്യമാണ്. ഇപ്പൊ സന്തോഷം വരുമ്പോൾ ആരെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് ലോകത്ത് ആരെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നോക്കാം, നമുക്കൊരു സംഭവം നോക്കാം. റിയലാണോ അല്ലാത്താണോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഞാനൊരു സംഭവം പറഞ്ഞിട്ട് ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധേനെ കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ ഈ സാധനം പറയാം. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ബാങ്ക് ഓഫീസറാണ്. ഇയാൾ രാവിലെ 9 മണിയാകുമ്പോൾ ബാങ്കിൽ പോകും, വൈകുന്നേരം 6 മണിക്ക് ബാങ്ക് അടയ്ക്കും, 7 മണിക്ക് ഇയാൾ വീട്ടിലെത്തും. അപ്പോൾ എത്ര മണിക്കാണ് ബാങ്ക് അടയ്ക്കുക? 6 മണിക്ക്. എത്ര മണിക്ക് വീട്ടിലെത്തുക? 7 മണിക്ക്. ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം 6 മണിയായി, അല്ല 7 മണിയായിട്ട് ഇയാളെ കാണാനില്ല, 7:30 ആയിട്ട് കാണാനില്ല, 7:45 കാണാനില്ല. സ്വാഭാവികമായിട്ട് ഈ ഭാര്യ എന്താ ചിന്തിക്കുക? വല്ല അപകടം പറ്റിയതല്ലേ? അങ്ങനെ സമാധാനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആ സമയത്ത് വേണ്ടാത്ത ചിന്ത മാത്രമേ മനസ്സിൽ വരും. ആ സമയത്ത് പണ്ട് ഒരു കസിൻ ബൈക്ക് ആക്സിഡന്റ് മരിച്ച ഓർമ്മ വന്നു, ആങ്ങളെ പണ്ട് ബൈക്ക് ആക്സിഡന്റ് പറ്റിയായിരുന്നു. അങ്ങനെ കൂടി ഭർത്താവ് ബൈക്ക് എടുത്താൽ പോയത്, ചിന്തിച്ച് അങ്ങോട്ട് കൂട്ടി, എന്തൊക്കെയോ കൂട്ടി. അങ്ങനെ സമാധാനമില്ല. അങ്ങനെ 7:45 കോളിമ്പൽ അടിക്കുന്ന കേട്ടു. ഡോറ് തുറന്നു നോക്കിയപ്പോൾ ഭർത്താവ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇയാളെ കയ്യിലൊരു മത്സ്യമൊക്കെ വാങ്ങി, ഇയാള് മഹാവിഷ്ണു മീനെ ഇങ്ങനെ ഇയാളൊരു കവറ് മത്സ്യം വാങ്ങി ഇങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട മാതിരി വീടിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇയാളെ കാണുമ്പോൾ ഈ ഭാര്യന്റെ ഫസ്റ്റ് ഡയലോഗ് എന്തായിരിക്കും? എവിടെ പോയായിരുന്നു മനുഷ്യ ഇത്രയും നേരം? അപ്പൊ സത്യത്തില് ഇയാൾ എന്തുകൊണ്ടാ സത്യത്തില് നേരം വൈകി അറിയോ? എന്നാ അതല്ല, ആ സംഭവം ഫ്ലാഷ് ബാക്ക് ഉണ്ട്. രാവിലെ പോകുമ്പോ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. രാവിലെ പോകുമ്പോ ഈ ഭർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ട് ഭാര്യനോട്? എടി അടുത്ത ആഴ്ച നമുക്ക് കസിന്റെ മോളെ കല്യാണത്തിന് പോകണം. അപ്പൊ ഭാര്യ പറഞ്ഞ കല്യാണത്തിന് പോണ എന്ത് വേണം? സാരി അല്ല, ഗിഫ്റ്റ് അല്ല. എന്റെ വീട്ടിനടുത്ത് നടന്ന കാര്യല്ലേ, എനിക്കല്ല. ഇങ്ങനെ ആ ഭാര്യ പറഞ്ഞത് ഈ നഖത്തിന്റെ മുകളിൽ ഒട്ടിക്കണ നഖം വേണം. അങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, എന്ത് ഈ ആർട്ടിഫിഷ്യൽ നെയില്. ഭാര്യ പറഞ്ഞ ന്യായമുണ്ട്. കാരണം ഈ കുയിനാൻ കുത്തിയ വിരലായിട്ട് 3 കല്യാണത്തിന് പോയി. അങ്ങനെയാണ് ഗൃഹലക്ഷ്മിയിൽ എന്ത് കണ്ട്? നഖത്തിന്റെ പരസ്യം കണ്ട്. അപ്പൊ ഭർത്താവിനോട് അത് നഖം വാങ്ങിയാല് വരാം. ഇങ്ങനെ ബാങ്കിലെ മാനേജർ അല്ലേ, ഇയാൾക്ക് ഫാൻസി പോയി ചോദിക്കാൻ പറ്റും, നഖം ഉണ്ടോ ഇവിടെ ചോദിക്കാൻ പറ്റും. അങ്ങനെ അയാള് എല്ലാവർക്കും പോയി, അയാൾ മാത്രമായപ്പം നഖം ഉണ്ടോന്ന് വെച്ചു. നഖം ഇട്ട് തന്നു. അങ്ങനെ നഖമൊക്കെ വാങ്ങി ഇയാൾ വീട്ടിലേക്ക് വരികയാണ്. ഇയാളെ മനസ്സിലെ ഭാവം എന്താ? ഞാൻ വീട്ടിലേക്ക് വരുന്നു, നഖം കൊടുക്കുന്നു, ഭാര്യയ്ക്ക് സന്തോഷം വരുന്നു, ഭാര്യ വന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ കരുതി വീട്ടിലേക്ക് കയറുമ്പം ഡയലോഗ് എന്താ? എവിടെ പോയി കിടക്കുകയായിരുന്നു മനുഷ്യ ഇത്രയും നേരത്തെ? ഫീൽ എന്താ? അതെ, ഫീൽ എന്താ? എവിടെ പോയി കിടക്കുകയായിരുന്നു? ദേഷ്യല്ലേ? ദേഷ്യത്തോടു കൂടിയാണ് ചോദ്യം. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദേഷ്യത്തോടു കൂടി നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് അയാൾ സമാധാനപരമായിട്ട് അയാൾ ഉത്തരം പറഞ്ഞു വിചാരിക്കാം, 2 സാധ്യതയുള്ളൂ. ഒന്ന് നോക്കല് അയാൾക്ക് ഭ്രാന്തായിരിക്കും, അതല്ലെങ്കിൽ അയാൾ എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. ഇതല്ലാതെ 3ാമതൊരു സാധ്യതയില്ല. നിങ്ങൾ ദേഷ്യത്തോടു കൂടി ചോദ്യം ചോദിച്ചാൽ ഉത്തരം എങ്ങനെ മാത്രമേ കേൾക്കൂ? ഉറപ്പായിട്ട് അത് പ്രകൃതി നിയമമാണ്. നിങ്ങൾ ദേഷ്യത്തോടു കൂടി
ചോദ്യം ചോദിച്ചിട്ട് സമാധാനപരമായ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കരുത്. കിട്ടൂല. കിട്ടിയാൽ വേറെ എന്തെങ്കിലും കിട്ടും. സ്കൂള് വിട്ടിരുന്ന മോനോട് അമ്മ ചോദിക്കും എവിടെയാണ് എന്റെ പ്രോസ് കാർഡ് എന്ന് ചോദിക്കുമ്പോൾ പോയി പണി നോക്കടാ എന്ന് അച്ഛനോട് മോൻ പറയും. എന്തുകൊണ്ടാണ്? ചോദ്യം ദേഷ്യത്തോടു കൂടിയാണ്, ഉത്തരം അങ്ങനെ ദേഷ്യത്തോടു കൂടി ഭാര്യ ചോദിക്കും എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ നിങ്ങൾ ഇത്രയും നേരം. ചോദ്യം ദേഷ്യത്തോടു കൂടിയായതുകൊണ്ട് ഉത്തരം എങ്ങനെയായിരിക്കും? ദേഷ്യത്തോടു കൂടിയാണ്. അങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? നിന്നോട് പറയാൻ മനസ്സില്ല. അപ്പൊ ഇത്രയും നേരം ഭർത്താവിനെ കാണാതെ സ്വസ്ഥത ഇല്ല എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇയാളെ കണ്ട് എവിടെ പോയി നോക്കുമ്പോൾ ഇയാളെ പറയാൻ നിന്നോട് പറയാൻ മനസ്സില്ല. പിന്നെ ഇയാൾക്ക് ആരോട് പറയാനാ മനസ്സില്ല അല്ലേ? അപ്പൊ ഭാര്യ എന്ത് പറയാൻ തുടങ്ങി? ഈ ദേഷ്യത്തോടുള്ള ഉത്തരം കേട്ടപ്പം അതൊരു ദേഷ്യത്തോടു കൂടിയുള്ള ഉത്തരമായപ്പോൾ ഭാര്യയ്ക്ക് വീണ്ടും എന്തായി? അപ്പൊ അത് ഭാര്യ ഉടനെ തന്നെ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഭാര്യമാർക്ക് പ്രത്യേക സ്വഭാവമുണ്ട്. ഇവരെന്ത് ചോദിച്ചാൽ കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് മുതൽക്കുള്ള ഓരോ കാര്യങ്ങളും ഇനി ഇങ്ങോട്ട് പറയും. അതിനാണെങ്കിൽ ഒടുക്കത്തെ ഓർമ്മശക്തിയാണ്. ഈ ഓർമ്മയൊക്കെ PSCക്കുണ്ട് ഏതോ കാലം ജോലി കിട്ടി പോകും. അപ്പൊ തുടങ്ങാൻ പറയുന്നില്ല കല്യാണത്തിന് അല്ലേ അന്ന് മുതൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഇങ്ങോട്ട് തുടങ്ങി എണ്ണി പറയാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ ഭർത്താവിന്റെ രസം ധരിക്കും. ഭർത്താവ് ദേഷ്യം വന്നിട്ട് പറഞ്ഞത് ഞാനും എൻ്റെ അമ്മയും കൂടി ഇത്ര മനസമാധാനത്തില് ജീവിച്ചതാണ്. ബാക്കി പറയും. നീ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് പോയത്. അല്ലെങ്കിൽ പിള്ളേച്ച കളവനായിരിക്കില്ല. നീ ഇങ്ങോട്ട് കാല് കുത്തിയ ശേഷമാണ് സർവ്വ പ്രശ്നം ഉണ്ടായതെന്ന് ആര് പറയാൻ തുടങ്ങി? ഭർത്താവ് പറയാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് സഹിക്കോ? കാരണം ഭാര്യ ഇവിടേക്ക് വരുമ്പോൾ അത് കാടാണോ വീടാണോ തിരിച്ചറിയാത്ത അവസ്ഥയായിരുന്നു. ഈ ഭാര്യ ഒറ്റയാളെ പ്രയത്നം കൊണ്ടാണ് ഈ കുടുംബം എങ്ങനെയാണ്. അന്നേരം അയാൾ പറയണത് നീ വന്നാണ് പ്രശ്നം. ഇത് സഹിക്കോ ഭാര്യയ്ക്ക്? അവിടെ ഭാര്യ നെഞ്ചത്ത് 2 അടിയാ. എന്നിട്ട് പറയാ ഈശ്വര എത്ര നല്ല ആലോചന വന്നതാ, മറ്റേ ഈ പണ്ടാരക്കാലിന്റെ കൂടെയാണല്ലോ ഇറങ്ങി പുറപ്പെട്ടെന്ന് അറിയില്ലേ? ഇത് കേൾക്കുമ്പോ ഭർത്താവിന് സഹിക്കോ? ഇല്ല. ഭർത്താവ് എന്റെ കൂടെ വന്നോണ്ടല്ലേ ഓക്ക് ഇത്രയും സമാധാനം ഉണ്ടായില്ലെങ്കിൽ വേറെ ആരും ഇത്ര സമാധാനം ഉണ്ടാവോ? ഉടനെ ഭർത്താവ് എന്ത് പറയും? ഇതിനൊന്നും നിന്നെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്താ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാതെ എന്താ? വീട്ടുകാരെ പറഞ്ഞല്ലേ? ഈ ഭാര്യമാരെ സംബന്ധിച്ച് ലോകത്ത് 2 ആൾക്കാർ നല്ലേ ഉള്ളൂ. ആരൊക്കെയാ? സ്വന്തം അച്ഛനും സോറി അമ്മയല്ല. അങ്ങനെ അതാണ് എനിക്ക് സ്വന്തം അച്ഛനും അമ്മ നല്ല പറയണ്ടത്. ഭാര്യമാരെ സംബന്ധിച്ച് ലോകത്ത് 2 ആൾക്കാർ നല്ലുള്ളൂ. സ്വന്തം അച്ഛനും ആങ്ങളെയും എന്നാണ് പറയേണ്ടത്. ആങ്ങളെയാണ് ഏറ്റവും നല്ല ആൾ ലോകത്ത്. കാരണം ഇത് ഞാനിങ്ങനെ മഞ്ചേരി ഒരു വലിയ ഫാമിലി കെട്ടുവരെ നടക്കാം. കുറേ ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ ഫുൾ ഫോമിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഭാര്യമാരെ സംബന്ധിച്ച് 2 ആൾക്കാർ ലോകത്ത് നല്ലേ ഉള്ളൂ. സ്വന്തം അച്ഛനും എന്ന് പറയുമ്പോഴേക്ക് നടക്കുന്ന ഒരാൾ ചാടി എണീറ്റ് അനിയത്തിയുടെ ഭർത്താവും. അയാളെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കുഴപ്പമുണ്ടാക്കിയത് ഭാര്യ ദിവസം എന്ത് പറയും? നിങ്ങൾ അനിയത്തിന്റെ ഭർത്താവിനെ കണ്ടു? അനിയത്തിന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു ഗതിയും പരഗതിയിലാണ്. അനിയത്തിന്റെ ഭർത്താവിന് ജ്യൂസ് വാങ്ങി കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇയാള് ഈ ക്ലാസ് കേട്ടെ. അപ്പൊ അതിന് ശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലെ അഭിപ്രായമാക്കി ഭാര്യമാരെ സംബന്ധിച്ച് 3 ആൾക്കാർ നല്ലത്. ആരൊക്കെയാണ്? സ്വന്തം അച്ഛനും ആങ്ങളെയും അനിയത്തിന്റെ ഭർത്താവും. അങ്ങനെ അതോടുകൂടി വീട്ടിലാകെ തല്ലുപിടി പ്രശ്നം വേണമൊക്കെ അച്ഛനെ. എൻ്റെ ചോദ്യം ഇതാണ്, ഭർത്താവിനെ കാണാണ്ടായപ്പം ഭാര്യ എന്താണ് വിചാരിച്ചത്? അപകടം പറ്റിയതല്ലേ? അപകടം പറ്റി എന്ന് വിചാരിച്ച മനുഷ്യനല്ലേ 7 മണിക്ക് പൂർണ്ണ ആരോഗ്യവാനായി മുമ്പിൽ നിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ ഭാര്യ പ്രകടിപ്പിക്കേണ്ട വികാരം എന്താ? സന്തോഷല്ലേ? ഭാര്യ പറയേണ്ട ഡയലോഗ് എന്താ? ആവോ നിങ്ങള് വന്നല്ലോ, ഞാൻ വിചാരിച്ചത് വല്ല പാണ്ടിലോറിൽ അടി പെട്ടുപോയ അത് പറയണ്ട. അങ്ങനെയാണെങ്കിലും ആവോ നിങ്ങള് വന്നല്ലോ, ഞാൻ വിചാരിച്ചു വല്ല അപകടം പറ്റി വിചാരിച്ചു. ആ മതി അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചാല് നിന്നോട് പറയാൻ സൗകര്യമില്ല എന്ന് പറയോ? എന്തേ പറയൂ? എടി നഖം വാങ്ങാൻ പോയി, നേരം വൈകിപ്പോയി കിട്ടില്ല, സാരല്ല, നീ വിഷമിച്ചില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഫോൺ ഓഫായിപ്പോയി, വിളിച്ചിട്ട് കിട്ടാനാണ്, സാറിൻ്റെ ഇനി ഉണ്ടാവില്ല അറിയില്ലേ? ആ വീട്ടിൽ സമാധാനം ഉണ്ടാവോ? സന്തോഷം ഉണ്ടാവോ? ഉദ്ദിഷ്ട കാര്യത്തിലെത്തി ഉണ്ടാവോ? അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് പ്രശ്നത്തിന്റെ ഈ വീട്ടിലെ കംപ്ലീറ്റ് കുഴപ്പമുണ്ടാക്കിയാലാ ഭാര്യയാണോ? അല്ല, ഇമോഷണൽ ലിറ്ററസിയാണ്. ഭാര്യയല്ല. ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആരാ? ഭാര്യമാരല്ല, ഭർത്താക്കന്മാരല്ല, കുട്ടികളല്ല. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്
ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. എന്താണ്? ഇമോഷണൽ ലിറ്ററേറ്റ് ആവുക. നിങ്ങൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആണോ ഇല്ലിറ്ററേറ്റ് ആണോ? ഓപ്പാണ്. കാരണം ഇമോഷണൽ ലിറ്ററസി ഉള്ള ഒരാളെ ജീവിതത്തിൽ അയാൾ എപ്പോഴും ഹാപ്പി ആക്കി, അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം പ്രശ്നം ഉണ്ടാക്കുന്നത് അയാളല്ല, ഇമോഷണൽ ലിറ്ററസിയാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമല്ലേ ഇമോഷണൽ ലിറ്ററസി. അപ്പോൾ ഇമോഷണൽ ലിറ്ററസി ശരിയായ സ്ഥലത്ത് ശരിയായ വികാരം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവെയർ ആവുക. അപ്പോൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്കൊരു ഇമോഷണൽ ലിറ്ററേറ്റ് ആവാൻ പറ്റും? അതാണ് ചോദ്യം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നമ്മളെ ഇമോഷണൽ ലിറ്ററസി കൊണ്ട് ലോകത്ത് ആരെയും മാറ്റാൻ പറ്റും? നിങ്ങൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആവുക എന്നുള്ളതാണ് ഈ ലോകം മനോഹരമാവാൻ ചെയ്യേണ്ട ഏക വഴി. ബാക്കി സംഭവിച്ചോ? കാരണം ഞാൻ പറയാം, ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഇമോഷണൽ ലിറ്ററസി ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമുക്കൊരു ഇമോഷണൽ ലിറ്ററേറ്റ് ആവാൻ പറ്റും? എന്ത് ചെയ്യണം? 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആവുക എന്നുള്ളത് നമുക്ക് അവെയർ ആവേണ്ട കാര്യമാണ്. അതിന് വേണ്ടി നമ്മൾ വേറെ 5 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അറിയാതെ നമ്മൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആവും. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? 5 കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആയാൽ മതി. നിരന്തരം ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 5 ശീലങ്ങൾ ഉണ്ടാക്കിക്കുക. അതിൽ ഒന്നാമത്തെ ശീലം എന്താണെന്ന് അറിയോ? നന്ദി പറയുക എന്നതാണ്. നന്ദി ഉള്ളവരായിരിക്കും. ആരോട് നന്ദി പറയണം? എല്ലാവരോടും രാവിലെ നന്ദി നന്ദിയേ നന്ദി നന്ദിയേ നന്ദി നന്ദി എന്നാണ് പോവുക. ആരോട് നന്ദി പറയുക എന്നുള്ളതല്ല, നന്ദി ഉള്ളവനായിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഉള്ളിലുള്ള നന്ദി ആവശ്യമെങ്കിൽ മാത്രം അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും. നമ്മളെ ഉള്ളിലുള്ള ഒരു സാധനമാണ് പുറത്തേക്ക് വരും അല്ലേ. ഇല്ലാത്തൊരു സാധനം പുറത്തേക്ക് വന്നിട്ട് കാര്യമില്ല. നമ്മൾ വെറുതെ ഒരാളോട് നന്ദി നന്ദി കാര്യമില്ല. ഹൃദയത്തിൽ വരുന്ന നന്ദി പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ് എന്ത്? നന്ദി പറയല്. മറ്റൊരു വഴി എന്താ? പ്രകടിപ്പിക്കാം. നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ചോദ്യം, ഈ നന്ദി എല്ലാവരോടും പറയണം എന്നുള്ള പരമാവധി വാക്കുകൊണ്ട് ചെറിയൊരു കാര്യങ്ങളെ ചെയ്തെന്നാൽ പോലും അവരോട് എന്ത് പറയണം? നന്ദി പറയണം. മാത്രമല്ല നന്ദി ഫീൽ ചെയ്യണം. ഞാൻ ഇരിക്കാൻ എനിക്ക് ചെയർ കിട്ടിയില്ലേ, അതിന് ഞാൻ അങ്ങേയറ്റം ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ചെയറിനോട് നന്ദി ഫീൽ ചെയ്യണം. കാരണം ഇരിക്കാൻ ചെയറില്ലാത്ത എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്. ഇന്ന് രാവിലെ ഈ ഷർട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഷർട്ട് ഇടുമ്പോൾ സമയത്ത് ഈ ഷർട്ടിനോട് ഞാൻ നന്ദി പറയണം. കാരണം ഈ ഷർട്ട് ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. ഈ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ വെള്ളത്തിനോട് നന്ദി പറയണം. കാരണം ഇന്ന് വെള്ളം കുടിക്കാൻ എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോൾ ഞാൻ ഓരോ നിമിഷം ഇങ്ങനെ എന്ത് ചെയ്യണം? നന്ദി. രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? നന്ദി. കാരണം എന്താ? രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ട്, കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, ഹെൽത്തിയാണ്. അങ്ങേയറ്റം എനിക്ക് ആനന്ദിക്കാനുള്ള സോഴ്സ് ഉണ്ട്. കാരണം ഇന്ന് രാവിലെ എഴുന്നേറ്റേക്ക് കുറേ ആൾക്കാർ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞു, ഊരില്ല. നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, ഹെൽത്തിയാണ് നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് നമ്മളെ ഫസ്റ്റ് പരിപാടി എന്താ? ഫീൽ ദ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. പിന്നെ ഓരോ സെക്കൻഡിലും നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, നമുക്ക് ഓരോ ബ്രഷ് എടുക്കുമ്പോൾ, പേസ്റ്റ് കിട്ടിയതിന്, കുളിക്കാൻ വെള്ളം കിട്ടിയതിന്, നമുക്ക് നല്ല വെതറായതിന്, ഇങ്ങനെ നന്ദി ശീലിക്കാൻ തുടങ്ങാം. ആ നന്ദി പറയുന്തോറും വലിയൊരു അത്ഭുതം സംഭവിക്കും. ആ അത്ഭുതം എന്താ അറിയോ? ഈ ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായി മാറുന്നത് കാണാൻ പറ്റും. ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ലോകത്തെ ഏറ്റവും നല്ല ടൂൾ എന്താ അറിയോ? ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് ശീലിക്കണം. ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മളെ പുരാണത്തിൽ, നമ്മളെ മന്ത്രങ്ങളും നമ്മളെ ശ്ലോകങ്ങളൊക്കെ, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡാണ്. എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ലോകം മുഴുവൻ നമുക്ക് അനുകൂലം. നന്ദി പറയും തോറും സമൃദ്ധി ഉണ്ടാവും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്റ്റ് എന്ത്? ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് എടുക്കപ്പെടും. എന്തുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും കൊടുക്കുക? കിട്ടിയ എന്താണോ അല്ലേ, സമ്പത്തുള്ള ആൾക്കാർക്ക് വീണ്ടും കൊടുക്കുകയാണ് ചെയ്യുക. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയ കാര്യങ്ങളിൽ ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. കിട്ടിയ കാര്യങ്ങളിൽ ആർക്കാണോ നന്ദിയില്ലാത്തത് കൊടുത്തത് മുഴുവൻ തിരിച്ചെടുക്കും. ഇപ്പം എന്ത് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ്.
നന്ദിയുള്ളവനാണ്, എപ്പോഴും നന്ദി ഉണ്ടാവണം എന്ന് പറയാം എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഭർത്താവിനോട് ഭാര്യയും ഭാര്യ ഭർത്താവിനോടൊക്കെ നന്ദി പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു ഇതാവില്ലേ, നമുക്കൊരു ഫീൽ ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു രാജേഷ് ക്ലാസ്സിൽ ചോദിക്കുകയാണ്, സാറേ നമ്മൾ ഭാര്യയോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഭാര്യയോട് നന്ദി പറയണം. അപ്പൊ എന്നോട് അല്ല, നമ്മള് അങ്ങനെ എപ്പോഴും ഭാര്യയെ ചായ തന്നെ നന്ദി അങ്ങനെ നമ്മൾ പറഞ്ഞാല് അതൊരു വിഷമാവില്ലേ. ഞാൻ പറഞ്ഞ അതല്ല, സത്യത്തില് രാജേഷേ നിന്നെ കല്യാണം കഴിച്ചോട് കൂടി ആ കുട്ടീന്റെ ഭാവിയല്ലേ, അതായത് അപ്പൊ നീ അതിനൊരു നന്ദിയെങ്കിലും പറയേണ്ടതാ എന്ന് വെച്ചാൽ രാജേഷിന് മനസ്സിലായി നന്ദി പറയണമെന്നുള്ളത്. കാരണം നന്ദി പ്രതീക്ഷിക്കുന്ന ലോകത്തെല്ലാവരും അല്ലേ. ഈ ഭാര്യയൊക്കെ ഭർത്താവിനെ ഇങ്ങനെ ചായ കൊടുത്തിട്ട് അവിടെ ഞാൻ തിരിഞ്ഞു കളിക്കും. എന്തിനാ തിരിഞ്ഞു കളിക്കുന്നത്? മര്യാദയ്ക്ക് കൊടുത്തൊക്കെ പോയാൽ മതി, പോകാണ്ട് തിരിഞ്ഞു കളിക്കുന്നത് എന്തിനാ? ഒരു അല്ലേ ചായ നന്നായിട്ടുണ്ട്, അതെല്ലാവരും ലോകത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഭർത്താക്കന്മാരാണ് ജന്മ പറയും, പറയില്ല മാത്രമല്ല എന്തുകൂടി പറയും. കഴിഞ്ഞ ആഴ്ച വിനോദിന്റെ വീട്ടിൽ നിന്ന് ഒരു ചായ ഇട്ടിരുന്നു, വിനോദിന്റെ ഭാര്യന് ചായ, എന്ത് നല്ല ചായയാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ഈ ഭർത്താവിന് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുമ്പോൾ ഭാര്യനോട് എടി ഒരു ഗ്ലാസ് ചൂടുവെള്ളം നിർവഹിച്ചാല് 4 10 കൊല്ലം കഴിഞ്ഞാലും അത് മറക്കില്ല. അങ്ങനെ വിനയാക്ക് മനസ്സിലായി, എനിക്ക് രാജേഷിനെ മനസ്സിലായി ഭാര്യയോട് നന്ദി പറയണം. അങ്ങനെ രാജേഷ് എൻ്റെ അടുത്ത് വന്ന് പറയും, സാറേ ഞാൻ 4 മണിക്ക് പോയിക്കോട്ടെ, 5 മണി വരെ ക്ലാസ് എടുക്കും. അപ്പം ഞാൻ എന്താണ് രാജേഷേ, നന്ദി പറയാനാണ് സാർ. അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ അന്ന് തന്നെ പോയിട്ട് അത് നടപ്പിലാക്കണം ആഗ്രഹമുണ്ടോ. അങ്ങനെ ഈ മനുഷ്യൻ പോയി. അങ്ങനെ അത് 4 മണിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അടുത്ത് വന്ന് നന്ദി എല്ലാവരോടും നന്ദി പറഞ്ഞ ആൾ പോയി. അങ്ങനെ അവിടെ എത്തി, വീട്ടിലെത്തി. ദീപ അന്ന് ഇതിൽ പോയതാണ്, മറ്റേ കുടുംബശ്രീ മീറ്റിങ്ങിന് പോയതാണ്. അങ്ങനെയാണ് ഇവിടെ കാണാനില്ല. അപ്പോൾ ദേഷ്യപ്പെടാൻ പറ്റുമോ? നന്ദി പറയാൻ വന്നയാൾ ദേഷ്യപ്പെട്ടത് പേപ്പറിലില്ല. അങ്ങനെ 5 മണിയായി, 5-6 മണിക്ക് ഇവള് വന്ന സമയത്ത് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ പ്രകടിക്കാൻ പാടില്ലോ. അങ്ങനെ മിണ്ടാതിരുന്ന് അയ്യോ നിങ്ങൾ വന്ന ചേട്ടാ ഞാൻ കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേഗം പോയി ഇത് കൊണ്ട് കൊടുത്ത് ചായ ഒക്കെ കൊടുത്ത്. അങ്ങനെ രാജേഷ് ചായ വാങ്ങി കുടിച്ചിട്ട് നിൽക്കവിടെ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇങ്ങനെ ഒരൊറ്റ പറയില്ല, എന്ത് മനോഹരമാണ്, ഇത്രയും നല്ലൊരു ചായ ഞാൻ കുടിച്ചിട്ടുണ്ടോ എനിക്കവിടെ പറയാൻ തുടങ്ങി. ഭാര്യ വീട്ടിന് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് കിട്ടിയ ഡ്രസ്സെല്ലാം ഒരു ബാഗിൽ വീട്ടിലേക്ക് പോയതാണ്. കാരണം എന്താ അറിയോ, അന്ന് കാപ്പിയേനും കൊണ്ട് കൊടുത്തു. കാപ്പി കുടിച്ചിട്ടാണ് ഈ തെണ്ടി എന്ത് പറഞ്ഞത്, ചായ നന്നായിട്ടുണ്ട് ചായ. അപ്പൊ അവിടെ ഉണ്ട് ഈ ക്ലാസ് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ എന്ത് ചെയ്യാ, ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം. നന്ദി പറയേണ്ടില്ല, നന്ദി ഉണ്ടായാൽ മതി. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പാത്രം കഴുകാൻ അറിയാം. അപ്പം ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കിടാൻ സമയത്ത് ഞാൻ പോയിട്ട് പാത്രമൊക്കെ കഴുകിയേക്കും. അതൊരു നന്ദി പ്രകടിപ്പിക്കലല്ലേ അല്ലേ. അങ്ങനെ അത് കണ്ടിട്ട് ഇപ്പോൾ 2 പിള്ളേരും പാത്രം കഴുകാൻ തുടങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകും, അവളെ പണി കഴിയുമ്പോഴേക്കും മക്കൾ 2 കൂടി ചെറുത് ഇപ്പോൾ 5-6 വയസ്സായിട്ടില്ല, അവൻ കഴുകിയാൽ വൃത്തിയാകൊന്നുമില്ല. പക്ഷെ അവനെന്ത് ചെയ്യും, അവനും കൂടെ പറ്റുന്ന രീതിയിൽ കഴുകി വെക്കും. അതൊരു നന്ദിയല്ലേ. ഇപ്പം നമ്മളെ ഉള്ളിൽ നന്ദി എന്ത് ചെയ്താൽ മതി, പ്രകൃതി ഒരാൾക്ക് വെള്ളം വേണം തോന്നുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൊടുക്കുക. അതൊരു കെയർ എന്നതിന് പറയാൻ പറ്റും അല്ലേ. അതൊരു കെയർ ചെയ്യുക എന്നുള്ളതാണ് നന്ദിയുടെ വേറൊരു രൂപം. ഒരാളെ നമ്മൾ കെയർ ചെയ്യുക, അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്യാം. അതൊരു കെയറാണ്. അപ്പം നന്ദിൻ്റെ ഒരു പ്രകടനമാണെന്ത്, കെയർ എന്ന് പറയുന്നത്, കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നന്ദി ഉള്ളവനായിരിക്കും, എപ്പോഴും നമ്മൾക്ക് നന്ദി ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി ഉണ്ടായിരിക്കും അല്ലേ. 1ാമത്തെ പോയിന്റ് എന്താ, നന്ദി ഉള്ളവനായിരിക്കും. 2ാമത്തെ പോയിന്റ് എന്താ, ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരാതി പറയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നന്ദി പറയുന്തോറും എന്തുണ്ടാവും, നന്ദി പറയുന്തോറും നമുക്ക് എന്തുണ്ടാവും, സമൃദ്ധി ഉണ്ടാവില്ലേ, ഐശ്വര്യം ഉണ്ടാവില്ലേ. പരാതി പറയുന്തോറും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ലോകത്ത് നിങ്ങൾ എന്താണോ ആവർത്തിച്ച് പറയുന്നത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിരന്തരം പരാതി പറയുകയാണെങ്കിലോ നിങ്ങളുടെ ജീവിതം വലിയൊരു പരാതിയായി മാറും. പരാതി നമ്മൾ വായ ഓർക്കുമ്പോൾ ആലോചിക്കണം, പരാതി ആണോ ഞാൻ പറയാൻ പോണത്, പരാതി പറയണോ. അപ്പോൾ ജീവിതത്തിൽ പരാതി പറയണ്ടേ, നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
എന്തും സഹിച്ചിങ്ങനെ ജീവിക്കാറുണ്ട്. പിന്നെ പറയണ്ടേ? ആ പറയണം. അപ്പൊ ഞാനിപ്പോഴല്ലേ പരാതി പറയുന്നതാണ്. പിന്നെ പരാതി പറയണ്ടേ? നിങ്ങളൊക്കെ ഒരു നിലപാട് വേണ്ട മനുഷ്യനാല്. അത്രയല്ല, അതാണ് പരാതി പറയരുത്. പരാതികൾ നിർദ്ദേശമായിട്ട് പറയണം. പരാതി പറഞ്ഞോ അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഉറപ്പാണ് അടി ഉണ്ടാവും. സൊല്യൂഷൻസ് പറയാൻ തുടങ്ങിയാലോ അവിടെ പരിഹാരം ഉണ്ടാവും. നേരത്തെ ഞാൻ ഭാര്യ ഭക്ഷണം തന്നപ്പോൾ ഉപ്പ് കൂടി പോയിട്ട് ഞാൻ പരാതി എന്ത് ഉപ്പായിട്ട് അത് വാരിട്ട് വെച്ചപ്പോൾ അവളെന്താ പറഞ്ഞത്? വേണം തിന്നാ തിന്നല്ലോ. നേരെ ശരി കുറച്ച് ഉപ്പും കൂടി കുറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴോ ഞാൻ വേറെ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് വെച്ചില്ലേ അല്ലേ? അപ്പം നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കിട്ടി. ഇപ്പം ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കാം, ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടിയേക്കാം. ഈ ഭക്ഷണം നന്നായി അല്ലെങ്കിൽ അല്ലേ ആ ഭക്ഷണം ഇപ്പം എന്തെങ്കിലും കിട്ടിയ മോശമായിരുന്നു. അപ്പം നമ്മൾ പരാതിയുടെ പറഞ്ഞല്ലോ എന്ത് ഭക്ഷണം അത് എന്ന് വെച്ചാലോ എന്താ പറയുക? അപ്പോൾ നിങ്ങൾ 3 പ്രാവശ്യം വയറ്റി തിന്നാൻ കണ്ടിരുന്നല്ലോ, അത് വിളിച്ചാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് വെക്കല്ലേ? അങ്ങനെ പിന്നെ അതോട് ജീവിതത്തിൽ അയാൾ നമ്മളെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കും. നേരെ മറിച്ച് പ്രോഗ്രാം ഒക്കെ സൂപ്പറാട്ടോ, ചായയും കൂടി നന്നായി കുറച്ചുകൂടി നന്നാക്കിയെങ്കിൽ സംഭവം കിടുവാവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പറഞ്ഞ് നന്നായിട്ടോ എന്തായാലും ശരിയാക്കാം. അയാൾ ജീവിതകാലം മുഴുവൻ അയാൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഒരു ഗുരുസ്ഥാനത്ത് അയാൾ നല്ല പറഞ്ഞിരുന്ന ആളാണ് അയാളല്ലേ. അപ്പോൾ അവിടെ ഇവിടെ എന്താ പറയാൻ പോയത്? പരാതിയാണോ പറഞ്ഞത് നിർദ്ദേശമാണോ പറഞ്ഞത്? നിർദ്ദേശം പറയാന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങളായിരിക്കണം പറയുന്നത്. പരാതി ഒരിക്കലും പറയരുത്. പരാതി പറയും തോറും പ്രശ്നങ്ങൾ പറയും. അവെയർ ആവണം അതിനെക്കുറിച്ച്. ഞാനിപ്പോൾ പരാതിയാണോ പറയാൻ പോകുന്നത് നിർദ്ദേശമാണോ? നിർദ്ദേശം പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടാവും. ഞാനത് 2000 ഞാൻ ഈ KSRTC ഡ്രൈവർമാർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. നമുക്ക് പറഞ്ഞ ഡ്രൈവർമാർക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ KSRTCയിൽ പോയപ്പോൾ എല്ലാ ബസ്സിലും എന്ത് എഴുതിയിട്ടുണ്ട്? പരാതിപ്പെട്ടി. അപ്പം ഞാൻ ആദ്യം അവിടുത്തെ ആളോട് പറഞ്ഞ് നമുക്ക് ആദ്യം ഇതങ്ങ് മാറ്റിയാലോ. ഈ പരാതിപ്പെട്ടി കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഒരു പരാതി എഴുതിയിട്ടല്ലേ തോന്നുക. അപ്പം അത് മാറ്റി നമുക്ക് സജഷൻ ബോക്സ് നിർദ്ദേശങ്ങൾ നാക്കിയാലോ. അങ്ങനെ ഞാൻ അന്ന് പിന്നെ അവർക്ക് മാറ്റാൻ പറ്റില്ല, കാരണം സർക്കാരിൻ്റെ നിയമമാണ്. അങ്ങനെ ഞങ്ങൾ സർക്കാരിനെ കത്തെഴുതി. സർക്കാർ സ്ഥാപനങ്ങളിൽ പരാതി വേണ്ട, സർക്കാർ സ്ഥാപനങ്ങൾ നിർദ്ദേശങ്ങൾ മതി. ഇങ്ങനെ ഞങ്ങൾ അന്ന് കത്തയച്ചു. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഏത് KSRTC ബസ് കയറിയാലും പരാതിപ്പെട്ടി കാണാൻ പറ്റില്ല. പരാതി പുസ്തകമല്ല എന്തെങ്കിലും സജഷൻ ബോക്സിൽ. ഇനി ഏതെങ്കിലും KSRTC അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇനിയാണ് ഓർമ്മിക്കേണ്ടത്. അതിൻ്റെ ആൾ ഞാനാണ്. KSRTC ഓൾമോസ്റ്റ് നമ്മളന്ന് പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിൽ പരാതി വേണ്ട. എല്ലാ സ്ഥലങ്ങളിലും നിർദ്ദേശം. ചില സ്ഥലത്തൊക്കെ എപ്പോഴും പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട്. അതൊരു പരാതി പറഞ്ഞിരിക്കുക, അതിൻ്റെ മാറ്റേണ്ട എന്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. പൊതുവേ സ്ഥലങ്ങളിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വായ തുറക്കുമ്പോൾ സജഷൻസ് ആണോ? ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? നന്ദി പറയുക. 2 മൂന്നാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് സത്യത്തിൽ ഇതും കൂടി മതി. നമുക്ക് 4, 5 എടുക്കേണ്ടതില്ല. ശരിക്കും മൂന്നാമത്തോടുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാരൊക്കെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്താണ്. അതാണ് ക്ഷമ ശീലിക്കുക എന്നാണ്. കാരണം നമ്മൾക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് നമുക്ക് വരുന്ന ദേഷ്യത്തിൻ്റെ സോഴ്സ് എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? നമ്മൾ വിചാരിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറാതിരിക്കുമ്പോഴാണ്. ലോകത്തുള്ള ഒരാളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെരുമാറണം എന്ന് യാതൊരു നിർബന്ധമില്ല അല്ലേ? അപ്പം അതെന്തുണ്ടാക്കും? നമുക്ക് ദേഷ്യം അല്ല പരിഹാരം. കാരണം ലോകത്തെല്ലാവരും ശരിയാണ്. ലോകത്തെല്ലാവരും ചെയ്യുന്നത് അവരുടെ ശരിയാണ്. അത് നിങ്ങളുടെ ശരി. എവരി പേഴ്സൺ ഹാസ് ടു റൈറ്റ് തിങ്ക്. ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശരിയും തെറ്റും തമ്മിലല്ല, ശരിയും മറ്റൊരു ശരിയും തമ്മിലാണ് അല്ലേ? കാരണം നമ്മൾ നേരത്തെ എന്ത് നോക്കിയിട്ട് 9 ശരിയുണ്ടെന്ന് പറഞ്ഞില്ലേ? 9 ശരിയല്ലേ? നമ്മളെപ്പോഴും ആൾക്കാരെ നമ്മളെ സ്കെയിൽ വെച്ച് അളക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരു സ്കെയിലുണ്ട്. അത് നമ്മളെ മാത്രം സ്കെയിലത്. ലോകത്ത് ഓരോ ആൾക്കാർക്ക് എന്തുണ്ട്? സ്കെയിലുണ്ട്. അപ്പോൾ നമ്മളെ സ്കെയിൽ കൊണ്ട് അളന്ന് നോക്കുമ്പോൾ ലോകത്ത് ആര് മാത്രമേ ശരിയുള്ളൂ? ഞാൻ മാത്രം. ബാക്കി എല്ലാവരും. ആദ്യം എന്ത് ചെയ്യണം? സ്കെയിൽ പൊട്ടിക്കണം. ഓരോരുത്തരെയും ശരീരം കാണാൻ നോക്കണ്ടേ? അവര് ചെയ്യുന്ന പലപ്പോഴും ഒരാളുടെ പ്രവൃത്തിനെ കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വിധിക്കുക. പ്രവൃത്തിയെ കണ്ടല്ല വിധിക്കേണ്ടത്. പിന്നെയോ ആ പ്രവൃത്തി ചെയ്തതിൻ്റെ പിന്നിൽ
അവർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, അതിനെ തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ, 99% കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്തണം വിചാരിച്ചില്ലേ? എല്ലാവരും ഇവിടെ എത്തിയില്ലേ? നമ്മൾ റോട്ടിലൊക്കെ പോണ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ എപ്പോഴും നമുക്കെതിരെ പോകുന്നുണ്ട്. നമ്മൾ നന്നായി ഡ്രൈവ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, മറ്റേ ആൾ അശ്രദ്ധമാണെങ്കിലും നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവും. ഓരോ യാത്രയിലും നമ്മൾ സേഫായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എല്ലാ കാര്യങ്ങളും എന്താവുന്നുണ്ട്, വളരെ റെയറായിട്ട് 1-2% കാര്യങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തത്. ആ പ്രതീക്ഷിച്ച പോലെ നടക്കാത്ത 1% കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചിട്ടാണ് മനുഷ്യൻ ജീവിതം മുഴുവൻ പണ്ടാരടങ്ങി നശിച്ചു പോയി എന്ന് പറയുന്നത്. അതെന്താണ് സത്യത്തിൽ? ഗ്രാറ്റിറ്റ്യൂഡിലേക്കല്ലേ? അപ്പം എന്ത് ചെയ്യണം? അനുകൂലമായി നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയണം. പ്രതികൂലമായി നടക്കുന്ന കാര്യങ്ങളെ വർദ്ധിച്ച സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. കാരണം നമ്മളുടെ സ്കെയിൽ, നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ലേ? നമ്മളെ ചെറിയ സ്കെയിലാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾക്ക് ഏറ്റവും നല്ലത്. അത് നമുക്ക് അറിയാത്ത ഒന്നാണ്. അതുകൊണ്ട് നമ്മൾക്ക് പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്ന കാര്യങ്ങൾ, അതിനൊക്കെ നന്ദി പറയാം. അപ്രതീക്ഷിതമായി നടക്കുന്ന കാര്യങ്ങളെ എന്താ വിളിക്കാന്നറിയോ? അപ്രതീക്ഷിതമായി വരുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും നമ്മൾ വിളിക്കുന്നൊരു വാക്കുണ്ട്, അതിഥി എന്നാണ് വിളിക്കുക. എന്താണ് അതിഥി എന്ന് പറഞ്ഞാൽ? ഗസ്റ്റാണ്. പക്ഷെ നിങ്ങളാരും അതിഥികളല്ല. അതിഥി എന്ന് പറഞ്ഞാലാ അപ്രതീക്ഷിതമായി വരുന്ന ആൾക്കാരാണ് ആര്? നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാവരും മെസ്സേജ് അയച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ അതിഥികളല്ല. അതിഥി അറിയിക്കാതെ വരുന്ന ആളാണ് അപ്രതീക്ഷിതമായി വരുന്ന വ്യക്തികളും സംഭവങ്ങളും അതിഥികളാണ്. അതിഥി ദേവോ ഭവ. അതിഥികൾ എന്തായി കണക്കാക്കണം? ഈശ്വരന്റെ പ്രതിനിധികളായി കണ്ട് സ്വീകരിക്കണം. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും എന്തായിട്ട് കാണാം? എന്തായിട്ട് കാണാം? ഈശ്വരന്റെ നിശ്ചയമായി കണ്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് വലിയൊരു പോയിന്റാണ്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ട് നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്ന 99% കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും 1-2% കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കാറില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ നടക്കാത്ത സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. വലിയ കുറേ സംഭവങ്ങൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. ഒന്ന്, ഞാൻ 2013 മാർച്ച് 26 വീടിൻ്റെ മുകളിൽ താഴെ വീണ് കാല് പൊട്ടി. അത് വീടിൻ്റെ മുകളിൽ നിന്ന് വീണ് കാല് പൊട്ടി, കയ്യും കാലും ഇടത്തെ കയ്യും ഇടത്തെ കാലും പൊട്ടി. അനങ്ങാൻ വയ്യാതെ വീട്ടിൽ കിടപ്പാണ്. അന്ന് ഞാൻ എൻ്റെ പൂജാമുറി തല്ലി പൊളിച്ചാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ ദിവസവും നാമം ജപിക്കുക, പൂജ ചെയ്യുക, വിളക്കെത്തിക്കുക. എനിക്ക് ഇമ്മാതിരി ഒരു അപകടം വരാൻ പാടുണ്ടോ? എന്നോട് ഈ ചതി ചെയ്യാൻ പാടുണ്ടോ ദൈവം? ഇങ്ങനെ ഞാൻ പറയുന്നത് ഇവിടെ പൂജാമുറി വേണ്ട, ഒരു തേങ്ങയും വേണ്ട, ഇവിടെ വിളക്ക് കത്തിക്കേണ്ട ഒരു സാധനം വേണ്ട, എന്നോട് ചതി ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ അതൊക്കെ തല്ലി പൊളിച്ചാളാണ്. ഇനി ഇവിടെ ആരും ഒരു പരിപാടി ഇല്ലാതാണ്. അങ്ങനെ വീട്ടിലെത്തി കടപ്പായി 2 മാസം 1 മാസം ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ അങ്ങനെ ഇരിക്കാം. ആ സമയത്ത് ആദ്യമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. എൻ്റെ സബ്ജക്റ്റാണ് ഈ ഗർഭസംസ്കാരം, നല്ല കുട്ടികളെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നുള്ളേ. അത് എഴുതി അത് മലയാള മനോരമേൻ്റെ ആരോഗ്യമാസിക അയച്ചു കൊടുത്തു. അവരത് പ്രസിദ്ധീകരിച്ചു. അതോടുകൂടിയാണ് സത്യത്തിൽ ഞാൻ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. മനോരമ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതോടുകൂടി ഈ മേഖലയിൽ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടായി. അതോടുകൂടി എൻ്റെ ഉള്ളിലൊരു എഴുത്തുകാരൻ പുറത്തു വരുന്നത്, അതുവരെ അറിയപ്പെടാതെ ഇരുന്ന ഒരാൾ വലിയ എക്സ്പ്ലോറിനായി. സത്യത്തിൽ ഞാൻ വീണ് കാലൊടിഞ്ഞുകൊണ്ട് മാത്രമാണ് എഴുതി, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വേറെ ഒന്നും ചെയ്യാനില്ല. അതെനിക്ക് വലിയൊരു ഒരു അനുഗ്രഹമായി തോന്നി. പിന്നീട് ഇതേപോലെ ഞങ്ങൾ ക്യാമ്പുകളൊക്കെ എടുക്കും. അങ്ങനെ ഒരു തണൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത്, പുനർജനി എന്ന് പറഞ്ഞ ക്യാമ്പുണ്ട്. ഉള്ള പ്രകൃതിയായിട്ടുള്ള 3 ദിവസത്തെ ക്യാമ്പാണ്. ഇമോഷണൽ ലിറ്ററസി, എനിയോഗ്രാം ഒക്കെയാണ് സബ്ജക്റ്റ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പുഴയിൽ വലിയ ഡാമുണ്ട്, അവിടെ
ഡാമിൽ കുളിക്കാൻ പോയപ്പോൾ വെറുതെ ഒരു രസം. അപ്പോൾ ഒരാൾ നമ്മളെല്ലാവരും ഇങ്ങനെ വരിക്ക് കൈ പിടിച്ചിരിക്കാം. എന്നിട്ട് ഒരാൾ 1 2 3 എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ബാക്കോട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് വീഴുക. അപ്പോൾ ഓരോ സെക്കൻഡിൽ ഒരാൾക്കാർ വീഴുമ്പോൾ ഒരാൾ വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരു കാറ്റടിക്കുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ വീഴുന്ന മാതിരി നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. 10-13 ആളുണ്ട്. വീഡിയോഗ്രാഫർ അവിടെ നിന്നു, വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു. അയാൾ 1 2 3 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആൾ വീഴണം. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ ഇങ്ങനെ വീണ് പോയി. ഞാൻ എട്ടാമത്തെ ആളായിട്ട് വീണാൽ മതിയല്ലോ. എന്നെ കൈയൊക്കെ പിടിച്ച് ഞാൻ അങ്ങനെ നോക്കിക്കുന്നു. അങ്ങനെ അയാൾ 1 2 3 എന്ന് പറയുന്നു. 3 എന്ന് കേൾക്കലും എൻ്റെ വലത്തെ ഭാഗത്തേക്കാണ് തെണ്ടിയോ ഒട്ട ചാട്ടാ. അവൻ്റെ ന്യൂറോപ്പാത്ത് 3 എന്ന് കേട്ടാൽ ചാടുക. ബുദ്ധിപരമായിട്ട് അറിയാം 9ാമത്തെ സെക്കൻഡിൽ വീണാൽ മതി ഒക്കെ. ഇപ്പോഴത്തെ കേൾക്കൽ അവനങ്ങ് ചാടിപ്പോയി. ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണേ ഞാൻ ഈ വലത്ത് ഭാഗത്തുന്ന ആൾ ചാടി അങ്ങനെ ഉണ്ടാവും. അവൻ്റെ കൈ വിട്ടൂല, കൈ മുറുക്ക പിടിച്ചു. എന്താ ഉണ്ടാവുക അതെന്താ ഉണ്ടാവുക? ഇങ്ങനെ നിൽക്കണ ഞാൻ എൻ്റെ ബോഡി ഇങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ കാല് തിരിഞ്ഞില്ല. അങ്ങനെ കാലിലെ ഈ ചിരട്ട നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോയി. 2 കാലിലെ ചിരട്ട. ഞാൻ നേരെ ഡാമിൽ. അങ്ങനെ പരിപാടി കൊളായി. ഞാൻ ഈ വെള്ളത്തിൽ ഒരുപാട് അഭ്യാസം കളിക്കുന്ന ആളാണ്. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുക, മുങ്ങുക, വേറെ പോയി പൊങ്ങുക. അപ്പോൾ ഇവർ വിചാരിച്ചത് ഞാൻ ഈ അടിയിൽ ഇവിടെ മറ്റേ ഞാനിങ്ങനെ പാറപ്പുഴയിൽ മുങ്ങി, ഗംഗയിൽ മുങ്ങി മറ്റേ ചാരിയാൽ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ്. സത്യത്തിൽ ഞാൻ പൊങ്ങാത്ത എന്താ വെച്ചാൽ എൻ്റെ കാല് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മടങ്ങും. കാല് മടങ്ങിയാലേ നമ്മൾ പൊന്താൻ വന്നത്. എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. ഞാനിൻ്റെ അടിയിൽ ഇങ്ങനെ അടിയിലേക്ക് പോവുക ഡാമിൽ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ കണക്കാക്കുക. ഒരു വ്യാഴാഴ്ചയാണ് പരിപാടി. അങ്ങനെ ഞാനിങ്ങനെ കണക്കാക്കുക. ഞായറാഴ്ച സഞ്ചയനം, അടിയന്തരം, ഏതാണ്ട് തീരുമാനം തീർന്നില്ലേ മനുഷ്യ. അങ്ങനെ മരിക്കും തോന്നുമ്പോൾ മനുഷ്യന് ധൈര്യം കിട്ടും. അപ്പോൾ ഞാൻ വല്ല ചിരട്ട പിടിച്ച് ഇങ്ങോട്ട് ആക്കിയപ്പോൾ ചിരട്ട നേരെ. ചിരട്ട ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ കാല് മടക്കാൻ പറ്റി. ഞാൻ പൊങ്ങി വന്ന് ആ നിലത്തെ പിടിച്ച് കറക്കിയിട്ട് വീണ്ടും ഞാൻ മറ്റേ കിളിക്കത്തിൽ ജഗതി കിടക്കാൻ മതി ബെറ്റിൽ 1 മാസം ഒന്നും ചെയ്യാനില്ല. വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ തോന്നിയേ പണ്ടത്തെ ഐഡിയ. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൗൺസിലിങ്ങിൽ എൻ്റെ കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ കൗൺസിൽ ചെയ്തതിൽ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഒരു പുസ്തകമാക്കി. അതിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് ഒരാൾക്ക് കൗൺസിലർ ആവാം, എങ്ങനെ രസകരമായി കൗൺസിലിംഗ് ചെയ്യാമെന്നുള്ളൊരു പുസ്തകം, സുജീവിതം കൗൺസിലിങ്ങിലൂടെ എന്ന് പറഞ്ഞ പുസ്തകം. അതുകൊണ്ട് മാത്രം എഴുതിയാണ്. ആ പുസ്തകം എഴുതി ഇന്ന് കേരളത്തിലെ MSW പഠിക്കുന്ന കുട്ടികൾ, BSW പഠിക്കുന്ന കുട്ടികൾ, സൈക്കോളജി പഠിക്കുന്ന പിള്ളേരൊക്കെ റെഫറൻസിന് ഉപയോഗിക്കുന്ന എൻ്റെ പുസ്തകമാണ്. ഞാൻ എഴുതിയ പുസ്തകമാണ്. അന്ന് വീണൊരു ആല് പൊട്ടിക്കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുസ്തകത്തില്ല. അപ്പോൾ അതും അക്കാഡമിക്കലി എനിക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കി. അതിനുശേഷം കോളേജിലൊക്കെ എന്നെ കൗൺസിലിംഗ് എടുക്കാൻ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായി സംഭവിച്ച കാര്യങ്ങൾ വലിയ മാറ്റം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദേഷ്യം പിടിച്ചെന്നറിയുന്നത്, ഞാൻ ഏറ്റവും അവസാനം ദേഷ്യം പിടിച്ച ഡേറ്റ് അറിയോ? 2015 ജൂൺ മാസം 6-ാം തീയതി. അതിനുശേഷം പിന്നെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ 10 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ആർക്ക് വേണം ട്രൈ ചെയ്യാം. എപ്പം ആര് ജയിച്ചാലും അപ്പോൾ 10 ലക്ഷം ഉറുപ്പ്യ കിട്ടും. എല്ലാവർക്കും അറിയാം. എന്റെ അനുവാദമില്ലാതെ ലോകത്ത് ഒരാൾക്കിനെ ദേഷ്യം പിടിക്കാറില്ല. ഞാൻ ദേഷ്യം കാണിക്കാറുണ്ട്, പക്ഷെ ദേഷ്യം പിടിക്കാറില്ല. ഇപ്പം ഓഫീസിലൊക്കെ ആരെങ്കിലും നമ്മളെ പഠന പണി നിർത്തില്ലെങ്കിൽ ഞാൻ ദേഷ്യം കാണിക്കലുള്ളൂ. പലരും ചെയ്യണമല്ലോ. ഓർക്ക് തന്നെ അറിയാം എന്ത് നമ്മൾ അഭിനയിക്കാണെന്ന്. ഇപ്പോൾ നജിക്ക് തീരെ അഭിനയിക്കാറില്ല, അവർ പറയുകയും ചെയ്യും. നമുക്ക് ജീവിതത്തിൽ ദേഷ്യം പിടിക്കാതെ ജീവിക്കാൻ സുഖമാണ്, വളരെ സുഖകരമായി ജീവിക്കാൻ പറ്റും. ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ. എനിക്ക് ദേഷ്യം പിടിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അതല്ലേ പെടുത്തോണ്ട് അതാണ് നിങ്ങള് നന്നായാ മാത്രം മതി. അവനവൻ നന്നായ ലോകം മുഴുവൻ മാറും. അപ്പൊ എനിക്ക് അവസാനം ദേഷ്യം പിടി ഇരിക്കുന്ന മാറിയ ദിവസം ഉണ്ടായ സംഭവം എന്തുകൊണ്ടാണ് മാറിയെന്നറിയില്ല. ഞാൻ പൂനെയിൽ ലോണാവാല ക്ലാസ് എടുക്കാം. മിലിറ്ററി ബേസിലാണ് ക്ലാസ്. ധ്യാനം പഠിക്കുന്നത്. അങ്ങനെ ധ്യാനം മിലിറ്ററിയിൽ നമുക്ക് അറിയാലോ. നമ്മൾ ധ്യാനം പഠിപ്പിക്കുമ്പം ഈ ഒരു ഗ്യാങ് ഉണ്ടാവും, അങ്ങനെ ഒരു ലീഡർ ഉണ്ടാവും. അവരൊക്കെ അങ്ങനെ സമയത്തിൽ വന്നിരിക്കും. ഫുൾ സിസ്റ്റമാറ്റിക്കാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു പട്ടരുണ്ട്. അപ്പോൾ അയാളാണ് എന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലാക്കേണ്ടത്. അപ്പോൾ അയാളെ ചുമതല ഡ്യൂട്ടിയാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കണം. അയാൾ എന്നെ വണ്ടിയിൽ കൊണ്ടുപോകാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്.
പൂർണ്ണ എക്സ്പ്രസ്സിനാണെങ്കിൽ തിരിച്ചു വരേണ്ടത് കൊങ്കൺ വഴിക്കാണ്. പോകുമ്പോൾ അയാൾക്കൊരാഗ്രഹം, ഞാൻ അയാളെ വീട്ടിൽ കയറി നൂണ് കഴിക്കണം പട്ടര. അപ്പോൾ ഞാൻ അയാളോട് 1500 പ്രാവശ്യം പറഞ്ഞതാണ്, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട. അങ്ങനെ ഇത് കേൾക്കാതെ അയാൾ ഇന്നേയും കൊണ്ട് അയാൾ വീട്ടിൽ പോയി. നല്ല ഭക്ഷണം ഇന്ന് വരെ ആയിട്ടായിട്ട് ഭക്ഷണം കഴിച്ചില്ല, അത്ര നല്ല ഭക്ഷണം. അയാളുടെ ഭാര്യ ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണമൊക്കെ കഴിച്ച് പോരും ഒരു ദക്ഷിണ. അങ്ങനെ ദക്ഷിണയൊക്കെ വാങ്ങി ഞാൻ ഗംഭീരമായിട്ട് അനുഗ്രഹമൊക്കെ ചെയ്ത് വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ അങ്ങോട്ട് വരേണ്ട ട്രെയിനില്ലേ പൂർണ്ണ എക്സ്പ്രസ്, അതിങ്ങനെ എൻ്റെ ലാസ്റ്റ് ബോഗി ഇങ്ങനെ കാണാം. ഈ ലാസ്റ്റ് ബോഗീൻ്റെ മുകളിൽ LV എഴുതിയിട്ടുണ്ട്. റെയിൽവേ എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. മുമ്പ് മനസ്സിലാക്കേണ്ടത് ലേശം വൈകി പോയി, കാരണം അല്ലെങ്കിൽ ഇത് കിട്ടിയായിരുന്നല്ലോ. അങ്ങനെ അത് അതിൻ്റെ വൈകി പോയി. അങ്ങനെ അതോടുകൂടി എൻ്റെ ട്രെയിൻ മിസ്സായി. അതോടുകൂടി എനിക്ക് പട്ടരോട് പിടിച്ച ദേഷ്യം, ഞാൻ നേരത്തെ കൊടുത്ത അനുഗ്രഹം കംപ്ലീറ്റ് വെച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയുന്ന സകല തെറി ഞാൻ അത് കഴിഞ്ഞിട്ട് ഇയാൾ വലിയൊരു മിലിറ്ററി ഓഫീസർ, അയാൾ നിന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അയാൾ എന്നെ അവിടെ വേറൊരു ട്രെയിനിൻ്റെ ആണ്, അത് ജയന്തി എന്താന്ന് പറഞ്ഞിട്ട് പൂർണ്ണയാകുമ്പോൾ കൊങ്കൺ വഴിക്ക് പെട്ടെന്ന് കോഴിക്കോടെത്തും. അയാൾ മറ്റേ ട്രെയിനിൽ ലോക്കൽ ടിക്കറ്റ് എടുത്ത് TTRനെ കണ്ട AC-ലേക്കൊക്കെ മാറ്റി മേലെ കയറ്റി. അയാൾ തിരിച്ചു പോവാണ് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട്. അയാളിനോട് 1500 പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നിങ്ങളെ കോപ്പ് എനിക്ക് വേണ്ട, എനിക്ക് കോഴിക്കോട് എത്തിയിട്ട് വേറെ പരിപാടിക്ക്, എനിക്കാണ് അന്ന് ടൈറ്റ് ഷെഡ്യൂളാണ്. കോഴിക്കോട് എത്തുമ്പോഴേക്ക് ആൾക്കാരിനെ കൂട്ടാൻ വരും, അടുത്ത പരിപാടിക്ക് പോകണം, മൊത്തം പരിപാടി തെറ്റി കിടക്കാം. അങ്ങനെ ഞാൻ പിന്നെ ഈ ജയന്തി എൻ്റെ കയറി അതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വിജയിക്കാം. പിന്നെ ആ ട്രെയിനൊരു പ്രത്യേകത ഉണ്ട്, ആ ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ നമ്മളതിൽ നിന്ന് ഇറങ്ങി നടന്നു വിചാരിക്കാം, നമ്മളാണ് ആദ്യം ഷൊർണൂരെത്തുക. അമ്മാതിരി സ്പീഡാണ് ട്രെയിൻ. അങ്ങനെ ഷൊർണൂരെത്തി ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഈ ഞാൻ പത്രം വായിക്കില്ല, ഞാൻ 94 മുതൽ ന്യൂസ് പേപ്പർ വായിക്കില്ല. രാവിലെ തന്നെ വെറുതെ എന്തിനാണ് ഈ അനാവശ്യമായ ചിന്ത തലയിൽ കയറ്റുന്നത് വെച്ചിട്ടാണ്. പക്ഷെ അന്ന് ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പത്രത്തിൽ എന്തോന്ന് എഴുതി തൂക്കിയിട്ടുണ്ട്. അതിങ്ങനെ അട്രാക്ട് ചെയ്ത് പോയി നോക്കുമ്പോൾ കൊങ്കൺ റെയിൽ ഇടിഞ്ഞിട്ട് പൂർണ്ണ എക്സ്പ്രസ് 24 മണിക്കൂറായിട്ട് കാട്ടിക്കിടക്കുക. നേരത്തെ എനിക്ക് മിസ്സായ ട്രെയിനിലെ 24 മണിക്കൂറായിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ 2000 ആൾക്കാർ കിടക്കുക. ഹെലികോപ്റ്ററിലാണ് ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കുന്നത്, കാരണം കാട്ടിന് നടക്കാണ്, ഒരു മല ഇടിഞ്ഞു വരാം. പത്രത്തിലൊക്കെ വലിയ ന്യൂസായിരുന്നു. അങ്ങനെ ആ ന്യൂസ് കണ്ടപ്പോൾ, പത്രത്തിൽ കണ്ടപ്പോൾ, ഇവിടെ കണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ, ഇവിടുന്ന് ഒരു കിളി അങ്ങ് പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ഇതേ ദേഷ്യം പിടിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എന്നുള്ള വാശിയും ഉപേക്ഷിച്ചാൽ അല്ലേ, കാര്യങ്ങൾ നടക്കട്ടെ, അതിനെ സ്വീകരിച്ചു നോക്കേണ്ടു. എന്തൊരു സമാധാനം എനിക്കറിയാം. എല്ലാം ബോണസാണ്. അപ്പം അതൊരു വലിയ തിരിച്ചറിവ്. അതിനുശേഷം എനിക്ക് ദേഷ്യം പിടിച്ചില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ ദേഷ്യം പിടിക്കുന്നത് ആലോചിച്ചു പോകും. മനുഷ്യനല്ലേ ജീവിതത്തിൽ ദേഷ്യം പിടിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദേഷ്യം പിടിക്കണത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്ക് കണക്കൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ തമ്മിൽ കുറെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പല നോളജും നമുക്ക് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒറ്റ ക്ലാസ്സും ഭാര്യ കിട്ടില്ല. അതുകൊണ്ട് അവൾ ഇമോഷണൽ ലിറ്ററേറ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാനത് പാലിക്കണ്ടേ? അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ ആൾക്കാരെ പെരുമാറണം എന്നില്ല. ഒരാൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയെ അല്ല നമ്മൾ വിധിക്കേണ്ടത്, പ്രവൃത്തിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷനെ നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തിരിച്ചറിവുണ്ടാവും. 2 ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ സബ്ജക്റ്റ് ഒഴിവാക്കാം. ഒന്ന്, കുഞ്ഞുണ്ണി മോനാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുണ്ണി സത്യത്തിൽ എന്നേക്കാൾ വളരെ ഫേമസാണ്. എന്താ വെച്ചാൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മക്കളോട് എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഒരു പാരൻറ്റിങ് പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള പേര് കുഞ്ഞുണ്ണി ഗുരു എന്നാണ്. അതായത് കുഞ്ഞുണ്ണി എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അവൻ ചെറുതാകുമ്പോൾ അവനോട് ഇടപെടുമ്പോൾ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയാണ്. ഇനി വരുമ്പോൾ ഞാൻ പുസ്തകം കുറേ കൊണ്ടുവരാം കേട്ടോ. ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പാരൻറ്റിങ് ടെക്സ്റ്റാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സിന് വായിക്കാൻ, ടീച്ചേഴ്സും പാരൻസും വായിക്കാൻ വേണ്ടി സ്കൂളുകാർ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് അവൻ ഫേമസ് ആയത്. കാരണം കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ വലിയ സ്വീകാര്യത ഉണ്ട്. കാരണം അവനാണ് ആ കഥാപാത്രം എന്ന് പറയുമ്പോൾ. അങ്ങനെ കുഞ്ഞുണ്ണി ചെറുതായപ്പോൾ അവനൊരു
4-5 വയസ്സുള്ള സമയത്ത് എൻ്റെ ഭാര്യ അന്ന് ഈ ടാക്സോണമി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. എന്താ ടാക്സോണമി എന്ന കോഴ്സ് എന്താ അറിയോ? നമ്മളെ GST ഒക്കെ കണക്കാക്കുന്ന ഒരു കോഴ്സിൻ്റെ പേരാണെന്ത്? അതിൻ്റെ പേര് എനിക്കറിയില്ല. ടാക്സോണമി എന്നതല്ല. നമ്മുടെ തെറ്റിദ്ധാരണ ഉണ്ടാകും എങ്ങനെയാണെന്ന്. ടാക്സോണമി അതായത് യാതൊരു ബന്ധമില്ല. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഈ പാറ്റേനെയും ചിത്രശലഭത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ്. ഇത് ഞാൻ അങ്ങനെ വിചാരിച്ചു. എനിക്ക് അർത്ഥം പറ്റിയതിനെ കൊണ്ട് എല്ലാവർക്കും അർത്ഥം പറ്റി. അങ്ങനെ ടാക്സോണമി പഠിക്കാൻ പോണ സമയത്ത് ഓരോ ദിവസവും വീട്ടിൽ വന്നിട്ട് ഓരോ കഥ പറയും. പൂമ്പാറ്റേൻ്റെ തുമ്പിൻ്റെ കഥ പറയും. അപ്പം ഇങ്ങനെ ഒരിക്കൽ ഒരു ദിവസം എൻ്റെ എൻ്റെ വൈഫിൻ്റെ അമ്മ എന്നോട് പറയാണ്, കുഞ്ഞുണ്ണിക്ക് ഭയങ്കര കുരുത്തക്കേട് കൂടിയിട്ടുണ്ട്. അവൻ്റെ തോട്ടത്തിലെ തക്കാളി മുഴുവൻ പറിച്ച് കളഞ്ഞു. കുഞ്ഞി തക്കാളി പറിച്ച് കളഞ്ഞു, ഉണ്ടായി വരുന്ന തക്കാളി എന്നാണ് എൻ്റെ പേരിലുള്ള കേസ്. അവനോട് പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് അവനെ ഒന്ന് ഉപദേശിക്കണം എന്നുള്ളത്. പൊതുവെ എനിക്ക് പിള്ളേരെ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ മക്കളെ ഉപദേശിക്കാറില്ല. അപ്പം ഞാൻ അതൊന്ന് അറിയണമല്ലോ കാര്യം. അപ്പം ഞാൻ അവനോട് കുഞ്ഞുണ്ണിനോട് എടാ അങ്ങോട്ട് വാ, നീ ഇങ്ങനെ ചെയ്തോ എന്ന് ഞാൻ അവനോട് ചോദിക്കാറില്ല. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണിത്, റെസ്പെക്റ്റ്. ആൾക്കാരോട് ചോദിക്കണമെങ്കിൽ, ഞാൻ എൻ്റെ മോനോട് എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ അവൻ്റെ സമയം ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കുഞ്ഞുണ്ണിക്ക് അന്ന് 6 വയസ്സേ ഉള്ളൂ. ഞാൻ അവനോട് ചേട്ടാ അച്ഛനെ വാവനോടൊരു കാര്യം സംസാരിക്കേണ്ടത്, മോൻ എപ്പോഴാണ് സമയം ഉണ്ടാവുക? അപ്പം എന്നോട് പറഞ്ഞു, വാവപ്പം ചിത്രം വരയ്ക്കാണ്, സമയമില്ല, വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ സംസാരിക്കാം. ഞങ്ങളന്ന് നടക്കാൻ പോകും. അങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കാൻ പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാവൻ്റെ തോട്ടത്തിൽ വിശേഷം? അയ്യോ അച്ഛാ അത് പറയാൻ മറന്നില്ല എന്നാണ്. കാരണം ഉറപ്പാണ് അവനങ്ങനെ ചെയ്യില്ല എനിക്കറിയാം, അറിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവന് ഇവൾ ടാക്സോണമി പഠിക്കുന്ന സമയത്ത് കഥകൾ പറഞ്ഞു കൊടുക്കല്ലോ. അപ്പം അങ്ങനെ ഇവനെ മനസ്സിലായി. പൂമ്പാറ്റനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉണങ്ങിയ ഇല കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പൂമ്പാറ്റേൻ്റെ മുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പൂമ്പാറ്റേൻ്റെ മുട്ടയാണെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ അത് വീട്ടിൽ കൊണ്ടുവച്ച് ആ മുട്ട പ്യൂപ്പയായി, അത് പ്യൂപ്പേറ്റ് ചെയ്യാൻ വേണ്ട ഇല എന്താണെന്നുള്ള ഗൂഗിൾ ഇത് കണ്ടുപിടിച്ച് അതിന് കൊടുത്ത് അതിനെ നിരീക്ഷിച്ച് അത് ആ പ്യൂപ്പേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരെ പുലർച്ചയ്ക്കാണ് 5 മണി 4 മണി 5 മണി സമയത്താണ്. ആ സമയത്ത് മനസ്സിലാക്കി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രസവം നടക്കുന്ന പ്രതീതിയാണ്. അത് പുറത്ത് വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയൊക്കെ കുളിച്ച് പിന്നെ വിളക്കൊക്കെ കൊളുത്തി വെച്ച് നിങ്ങൾ നിൽക്കുക. കാരണം വെച്ചാൽ അവൻ്റെ ആ ചിന്ത നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ. ഈ പിള്ളേർ കളിയാണ് നമ്മുടെ, അവനെന്തൊരു വലിയ ചിന്തയാണ്. ഞങ്ങളുടെ വീട്ടിൽ അവൻ കൊണ്ടുവരുന്ന ഒരു പൂമ്പാറ്റല്ലേ. അങ്ങനെ ആ പൂമ്പാറ്റ പുറത്ത് വന്നു. പ്യൂപ്പാൻ്റെ ഉള്ളിൽ നിന്ന് പൂമ്പാറ്റ പുറത്ത് വരുമ്പോൾ ഭയങ്കര കുഞ്ഞി ഓട്ടയിൽ കൂടി വരിക. ശരിക്കും നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യാം. അപ്പോൾ അവനെ നന്നായി ഫീൽ ചെയ്തു. അങ്ങനെ അത് പുറത്ത് വന്നിട്ട് ആ പൂമ്പാറ്റ അന്നത്തെ ദിവസം മുഴുവൻ 24 hours ആ പൂമ്പാറ്റ അവന് ചുറ്റും പറന്ന് നടക്കുക, അവന് ഉമ്മ കൊടുക്കുക, അവൻ്റെ നെറ്റിയിൽ വന്നിരിക്കുക. അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം. ആ പൂമ്പാറ്റ അവന് പോയിട്ട് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ. മക്കളോട് എങ്ങനെയാണെന്നുള്ള പുസ്തകത്തിൻ്റെ ചട്ട അതാണ്. തുറന്നാൽ അവന് പൂമ്പാറ്റ ഉമ്മ കൊടുക്കുന്നതാണ് എൻ്റെ അകത്തുള്ള ഈ കഥേൻ്റെ അകത്തുണ്ട്. അത്ര ചെയ്ത് അവൻ തക്കാളി പറിച്ച് കളിയിലാണ് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ എന്താണ് ഉണ്ടായത്? അപ്പം അവൻ പറയും, അച്ഛാ അതെ തോട്ടത്തിൽ ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ എന്താണ്? അതെ ഇന്ന് തോട്ടത്തിൽ ഒരണയും കുറച്ച് കുഞ്ഞി മക്കൾ വന്നിരുന്നു. അപ്പം വാവ കുറേ കുഞ്ഞി തക്കാളി പറിച്ച് അരണയ്ക്കും മക്കൾക്കും കൊടുത്തതാണ്. അതായത് അവൻ പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ തോട്ടം ഇവിടത് മാത്രമല്ല അരണേൻ്റെയും കൂടി അല്ലേനാ. ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞത് അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറിയാൽ മതി. കാരണം അവൻ്റെ ചിന്തയിൽ എന്താ, അരണേൻ്റെ മക്കൾ ചെറുതല്ലേ, അവർക്ക് വലിയ തക്കാളി കൊടുത്താൽ ഒരു സമ്പാദനാക്കാൻ പറ്റില്ല. കുഞ്ഞി അരണേൻ്റെ മക്കളെ എന്ത് ചെയ്യണം? കുഞ്ഞി തക്കാളി കൊടുക്കണം. അപ്പോൾ എന്തൊരു നല്ല ചിന്തയായിരുന്നു അതില്ലേ. ആ പ്രവൃത്തിയെ കണ്ടിട്ട് അവൻ ചെയ്തതിൻ്റെ പിന്നീട് അവൻ്റെ മനോഭാവം കാണാതെ അവൻ്റെ പ്രവൃത്തിനെ കണ്ടിട്ടാണ് എൻ്റെ ഭാര്യയും അമ്മ എന്ത് പറഞ്ഞത്? പൊരുത്തക്കേട്. അവനെ ഉപദേശിച്ച് നന്നാക്കണം. തക്കാളി പറിച്ച് ഈ ലോകത്ത് എല്ലാവരും ചെയ്യുന്നത് ഇതുപോലെ ഓരോ നന്മയാണ്. മക്കളൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും. അത് മാത്രം നമ്മൾ കാണില്ല. നമ്മളവിടെ എന്ത് ചെയ്യും? വിധിച്ച് കളയും. ഇന്നതാണ് നമ്മളതിനെ കുറച്ച് നിൽക്കും, അത് പറയും. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ വിധിക്കുന്ന സമയത്ത് നമ്മളൊരു ട്രസ്റ്റ് പോയി പോകും. പിള്ളേർക്ക് നല്ല എല്ലാവർക്കും പോയി പോകും. പിന്നെ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കുരുവിൻ്റെ അവസ്ഥയും അതാണ്. നമ്മളൊക്കെ കുരുവിയാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം തോന്നിയൊരു കാര്യം,
അപ്പോൾ ഇവൻ കുഞ്ഞുണ്ണി ഞാൻ എവിടെയെങ്കിലും പോയി വരുമ്പം അവന് ഞങ്ങൾ ഒരു രീതിയുണ്ട്. ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് അകത്ത് കയറിയിരിക്കും, എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരും. അവൻ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കരുതി വയ്ക്കും, ചിത്രം വരച്ചേക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ വന്നിങ്ങനെ കയറി കണ്ണടച്ചിരിക്കണം. അവൻ ഗിഫ്റ്റായിട്ട് കൊണ്ടുവരും. 1 2 3 എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണ് തുറന്ന് അവൻ്റെ ഗിഫ്റ്റ് കണ്ട് അത്ഭുതപ്പെടണം, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ചെറുതാകുമ്പോൾ ഞാൻ ചിത്രം വരയ്ക്കും നന്നായിട്ട്. അങ്ങനെ ഞാനിങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ കയറിയിരുന്ന് കണ്ണടച്ച് 1 2 3 എന്ന് കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ആരോ വീട്ടിൽ വലിയൊരു ഗുലാബ് ജാം കൊണ്ടുവച്ചിരുന്നു. പിന്നെ ഈ ഗുലാബ് ജാമായിട്ട് ഓടി വരുന്ന സമയത്ത് ഈ കേബിളിൻ്റെ വയറ് കെട്ടിയിട്ട് തടഞ്ഞ് നിലത്ത് വീണ് ഗുലാബ് ജാം പൊട്ടി റൂമിൽ മൊത്തം ഈ സാധനം ഇങ്ങനെ നടുക്ക് കിടക്കുക വേണ്ടത്. ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഒരു ദയനീയമായ നോട്ടം എൻ്റെ മുഖത്തേക്ക്. എന്തായിരിക്കും എൻ്റെ റിയാക്ഷൻ? സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ദേഷ്യമില്ല. എന്നോട് പറഞ്ഞില്ലടാ കുപ്പിയിൽ തോടരുത് എന്നല്ലേ. അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ടാൽ അവനെന്താ മനസ്സിലാക്കുക? ഞാൻ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ഇത് ചെയ്തു. പക്ഷെ അച്ഛൻ എന്താ കണ്ടേ? എൻ്റെ കയ്യിൽ എനിക്ക് പറ്റൊരു അബദ്ധമാണ് കണ്ടേ. അപ്പം അതിന് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം അച്ഛൻ്റെ നോട്ടം എപ്പോഴും എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്നെ കുറ്റപ്പെടുത്തും. അപ്പം എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ എന്ത് അബദ്ധം പറ്റിയാലും അച്ഛൻ അറിയരുത്. നിങ്ങൾക്കൊരു സത്യം അറിയോ? നിങ്ങളെ പിള്ളേർ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കളവ് അറിയാൻ പഠിക്കുന്നത് നിങ്ങളുടെ അടുത്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പം എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ പോയിട്ട് അതിൻ്റെ നടുക്ക് പോയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മെടുത്തിട്ടാമെന്ന് അവരുടെ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ അത് കൊണ്ടുപോകുന്നത്. പൊട്ടിപ്പോയ സാറില്ല, സ്വാഭാവികമല്ലേ? നമുക്ക് ഒരുമിച്ച് വൃത്തിയാക്കാം. ഞങ്ങൾ ഒരുമിച്ച് വൃത്തിയാക്കി. അവനോട് മാറിക്ക് കൈ മുറിയും കാല് മുറിയും എന്ന് പറഞ്ഞില്ല. കാരണം അവനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊക്കെ വൃത്തിയാക്കി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് കോൺഫിഡൻസ്? ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനോട് പറയാം. അവൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അവനൊന്നും അമ്മേനോട് പറയില്ല. കാരണം അമ്മേനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുറ്റപ്പെടുത്തുന്ന ആളോട് കാര്യങ്ങൾ പറയില്ല. പക്ഷെ ഞാൻ അവനെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് ഇന്ന് വരെ കുറ്റപ്പെടുത്തിയില്ല. എന്തുണ്ടെങ്കിലും അവൻ്റെ പിന്നെ ടൂർ പോയപ്പോൾ പിള്ളേർ എല്ലാവരും കൂടി വൈനടിച്ചതും പിള്ളേർ സിഗരറ്റ് വാങ്ങി വലിക്കണം ഒക്കെ വൈകുന്നേരം വന്നിട്ട് അച്ഛൻ നമുക്ക് ഡ്രൈവ് പോകാനറിയും. ഇങ്ങനെ ഡ്രൈവ് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. അല്ല ഏറ്റവും സന്തോഷം തോന്നുന്നത് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് പറയാം, അച്ഛനോട് വാവയ്ക്ക് അതുകൊണ്ട് അവസാനിക്കാനായോ? സത്യം വേണം അവസാനിക്കാം. അങ്ങനെ അവൻ പറയുകയാണ്, അച്ഛനോട് വാവയ്ക്കൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കേണ്ടത്. ഞാൻ എന്താണ് എനിക്ക് പറയേണ്ടത്? ഓന് 3ലോ 2ലോ പഠിക്കുക. ഞാൻ വന്ന് പറയാം, വാവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഷെറീനെ കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലുഡോ കളിക്കും, ഞാനും ഭാര്യയും മോനും കൂടി. 2ാമത്തെ ആളുണ്ടായില്ല. ലുഡോ എന്ന് പറഞ്ഞ കളി അറിയാം നിങ്ങൾക്ക്? അപ്പോൾ ലുഡോ കളിക്കാൻ സത്യത്തിൽ എത്ര ആൾ വേണം? 4 ആൾ വേണം. എന്നാലേ കളി ഉഷാറാവും. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ 3 ആൾ കളിക്കാൻ പച്ചെടുക്കാൻ ആളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ, നീ ഒരു കല്യാണം കഴിച്ചാൽ നമുക്ക് പച്ചെടുക്കാൻ ആളായി, നിശ്ചിത കോറതായി നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും, നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവന് വലിയ സന്തോഷമായി. കാരണം നേരത്തെ ഗുരുവിനെ കഥ എനിക്കറിയാലോ. അപ്പോൾ അവന് കൂടെ നിൽക്കല്ലേ അവൻ്റെ. അപ്പം അത്രയും പറഞ്ഞ ശേഷം അവന് വലിയ സന്തോഷമൊക്കെ ആയി. അപ്പം ഞാൻ അവനോട്, ചേട്ടാ നീ ഒരു ദിവസം ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷമാവില്ലേ? അപ്പോൾ ഞങ്ങളെ കാണാൻ നിനക്ക് നിൽക്കാൻ പറ്റുമോ? അത് നിൽക്കാൻ പറ്റില്ല. ചേട്ടാ നിൻ്റെ അതേ പ്രായമല്ലടാ കുട്ടിക്കും. അവളെ കാണാതെ അവളെ വീട്ടുകാർക്ക് നിൽക്കാൻ പറ്റുമോ? അതില്ല. അവളെ കാണാൻ അവൾക്ക് നിൽക്കാൻ പറ്റുമോ? അതില്ല. അത് അച്ഛൻ പറഞ്ഞ ന്യായമാണ്. അപ്പോൾ അവളവിടെ നിൽക്കട്ടെ, കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കുന്ന. ആ സമയത്തിൻ്റെ ഭാര്യ വന്നത് ഞാൻ വിചാരിച്ച ഇവളത് കോളാക്കും. അപ്പം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം, ചെക്കൻ മുട്ടയെന്ന് വരുന്നില്ല, അതിനിപ്പോൾ കല്യാണാലോചന തുടങ്ങിയത്. ഞാനിങ്ങനെ പ്രതീക്ഷിക്കും. എൻ്റെ സകല പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അവൾ വന്ന് അവനോട് പറയാം, എടാ ഇപ്പം നിന്നെ ഒരാളെ രാവിലെ ഇവിടുന്ന് ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ പെടുന്ന പാട്, നീ ഇപ്പോൾ ഒരുത്തിനെ കെട്ടിയാൽ ഞാൻ തന്നെ വേണ്ട അതിനെ ഇതുപോലെ പോയി എന്നെ കൊണ്ട് ഇപ്പം അതിന് സാധിക്കുക. അപ്പോൾ അത് അമ്മ പറഞ്ഞത് ന്യായമായ കാര്യമാണ്, അവൾ അവിടെ നിൽക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, ആ ഇടപെടുന്ന രീതിയെ. പക്ഷേ എനിക്ക് വലിയ സന്തോഷം തോന്നിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ലേ. അതാണ് ഒരച്ഛന് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം. എന്തും തുറന്ന് പറയാൻ ഉള്ളൊരിടം വീടാണ് എന്നുള്ളൊരു തോന്നൽ. അതുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ പാരൻറ്റിങ് ശരിയല്ല എന്നാണ് ഇല്ലേ? പലപ്പോഴും നമ്മളോടല്ല മക്കൾ കാര്യം, ലോകത്ത് ബാക്കി എല്ലാവരോടും പറഞ്ഞിട്ട് അവസാനം നമ്മൾ അറിയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളെ അടുത്ത് പറയാൻ ഉള്ള ക്വാളിറ്റി ഇന്ന് വരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നതാണ്.
അപ്പം അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് ക്ഷമ ശീലിക്കുക എന്നുള്ളത് വളരെ പോയിൻ്റാണ്. അപ്പം നന്ദി പറയുക, ക്ഷമ ശീലിക്കുക, പരാതി പറയാതിരിക്കുക. 2 പോയിന്റ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ വലിയ സബ്ജക്റ്റാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ള സമയത്ത് അതെടുക്കാം. പിന്നെ ഒരു സമയം വേണ്ടിയിരിക്കാം. അപ്പോൾ സമയം ഓൾറെഡി ലേറ്റായി. ഇപ്പോൾ 2 മിനിറ്റ് സമയം എന്തെങ്കിലും വർത്താനം പറയാനുണ്ടെങ്കിൽ വർത്താനം പറയാം. അതിനുശേഷം നമുക്കൊരു ഫീഡ്ബാക്ക് എടുക്കണം.